അത് കിട്ടിയാൽ നന്നാവുമായിരുന്നു, അത് കിട്ടിയാൽ നന്നാവുമായിരുന്നു എന്ന് വിചാരിക്കുന്നവൻ ഒരിക്കലും ജീവിത വിജയം ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് സിദ്ധമായ സമയം, അടുത്ത നിമിഷം നമ്മൾ ജീവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നാളെ ഉണ്ടാവും എന്ന് ഉറപ്പ് പറയുന്ന ആർക്കെങ്കിലും ഇവിടെ സാധിക്കുമോ? നാളെ ഞാൻ ഉണ്ടാവും, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എവിടെ നാളെ ഉണ്ടാവാൻ? ഇന്ന് കാറ്റ് പോയാലും ഇപ്പൊ പോയാല് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പോയാൽ നിങ്ങൾക്ക് പണിയായി, നമ്മൾ പോയാലും കേട്ടോണ്ടിരിക്കുമ്പോ പോയാൽ ബാക്കിയുള്ളവർക്ക് പണിയായി. അത്രയേ ഉള്ളൂ. അപ്പോ ഉള്ള സമയത്തിന്റെ വില മനസ്സിലാക്കി അതിനെ ഉപയോഗിക്കുക. ഒരു നിമിഷം വെറുതെ കളയാതിരിക്കുക. നല്ല ദിവസം, ബുധനാഴ്ച നല്ല ദിവസമാണ് അല്ലെങ്കിൽ വ്യാഴാഴ്ച നല്ല ദിവസമാണെന്നും പറഞ്ഞ് കാത്തിരിക്കാതെ ഇന്ന് നല്ല ദിവസമാണ്, അവിടെ നല്ലതാണ്, മറ്റിടത്ത് നല്ലതാണെന്ന് പറയാതെ ഇവിടെ നല്ലതാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഏതാ? ഇത് നമ്മൾ കോഴിക്കോട് പോയി, ചാമുണ്ടിക്കോട്ട ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞേക്കരുത്. കോഴിക്കോട്, മറ്റന്നാൾ അമേരിക്കയിൽ പോയി, അവിടെ എവിടെയാണോ പോയത് അതാണ് ഏറ്റവും നല്ല സ്ഥലം. ഇങ്ങനെ നമുക്ക് സിദ്ധമായ ദേശകാലങ്ങളെ മഹിമയോടുകൂടി കാണാൻ പഠിക്കണം. അവന് മാത്രമേ ജീവിത വിജയമുള്ളൂ. ശ്രദ്ധിക്കുക. പിണ്ടതർപ്പണത്തിന് ശേഷം കാക്കയ്ക്ക് കൊടുക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് അറിയില്ല. പറയണത് നാവുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. അറിയാത്തോണ്ടാ. കാരണം പിണ്ടങ്ങളില് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും അധികം മത്സ്യത്തിന് കൊടുക്കണതാ. കണ്ടത് നദിയിൽ നിക്ഷേപിക്കുന്നതാണ് കണ്ടത്. ക്രിയകൾ ചെയ്ത ശേഷം പിതൃക്കൾക്ക് ഞാൻ ഊട്ടി എന്ന സങ്കല്പത്തോടു കൂടി നദിയിൽ കൊണ്ടുപോയി അത് ഗോദാവരി ആയാലും ഗംഗയായാലും യമുനയായാലും ക്ഷിപ്രയായാലും ഏത് നദിയായാലും, ഇനിയും കേരളത്തിലാണെന്ന് വെച്ചാൽ ഭാരതപ്പുഴയായാലും തിരുനെല്ലി പാപനാശിനി ആയാലും ഏറ്റവും അധികം അവിടെ കാക്ക വന്ന് ഊളിയിട്ട് പുഴയ്ക്ക് ഉള്ളിൽ പോയി കഴിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്ടോ? ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളതാ. കാക്കയ്ക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ എല്ലാം ഈ കാക്കയ്ക്ക് കൊടുത്ത് 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 ഒരു വഴിക്കായി. എല്ലാം കാക്കയ്ക്കല്ല, അതാർക്കും ഒന്നും വേണ്ട. ഹിന്ദുയിസം ഇനി കാക്കയ്ക്ക് കൊടുക്കുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും തത്വം ഉണ്ടോ ചിദാനന്ദ ദിവസം അറിയില്ലേ, പറഞ്ഞിട്ടില്ല, അതിനെ എതിർത്തിട്ടൊന്നുമില്ല. നിങ്ങൾ വേണ്ടവർ ചോദിച്ചോളൂ, ആ വിഷയത്തിൽ അറിവുള്ളവരോട് പറഞ്ഞോളൂ. കാക്കയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കാക്കയ്ക്ക് കൊടുക്കാൻ വിചാരിച്ച് പൂച്ച വന്ന് കഴിച്ചാൽ അതിനെ ഓടിക്കാൻ പാടില്ല. കാരണം കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ബാധ്യത കഴിഞ്ഞു, പിന്നെ നമുക്ക് അധികാരമില്ല. നമ്മൾ പിതൃക്കൾക്ക് സമർപ്പിച്ചു. ഇനി ആർക്കാ വെച്ചത്? അവരെടുത്തോട്ടെ. പട്ടിക്കാണോ? പട്ടി എടുത്തോട്ടെ. പൂച്ചയ്ക്കാണോ? പൂച്ച എടുത്തോട്ടെ. കാക്കയ്ക്കാണോ? കാക്ക എടുത്തോട്ടെ. കോഴി എടുത്തോ? കോഴി എടുത്തോട്ടെ. കാരണം ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് അധികാരമുണ്ടോ? ഇല്ലയോ? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങളൊരാള് എനിക്ക് ഒരു 10 രൂപ തന്നു, എന്തിനാ ഇപ്പൊ കുറയ്ക്കണത്? 1000 രൂപ തന്നു, സങ്കല്പിക്കല്ലേ? 1000 രൂപ നിങ്ങൾ എനിക്ക് തന്നു. ഇതെന്താത്? ഇത് സ്വാമിജി വെച്ചോളൂ. ശരി, ഞാനതെടുത്തു ഒരു രോഗിക്ക് മരുന്ന് വാങ്ങാൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു മോളുടെ ഒരു പഠിപ്പിനോ കല്യാണത്തിനോ എന്തിനെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ ഒരാളുടെ വീട് നന്നാക്കാൻ കൊടുത്തു. ഇതൊന്നും അല്ലാച്ചാൽ ഞാൻ നാളെ പോണ വഴിക്ക് മാഹിന്ന് ഇഷ്ടൊരു കുപ്പി വാങ്ങി കുടിച്ചു. നിങ്ങൾക്ക് ചോദിക്കാൻ അധികാരമുണ്ടോ? ഇല്ല. സ്വാമി എന്താ കള്ളു കുടിക്കാനാണ് ഉപയോഗിച്ച്? നിങ്ങൾ എന്നോട് പറഞ്ഞു എന്തിനാ പൈസ തന്നു? എൻ്റെ ഇഷ്ടമാണ്, അത് ഞാൻ നോട്ടങ്ങനെ കീറിക്കളഞ്ഞു. എൻ്റെ ഇഷ്ടമാണ്. നേരെ മറിച്ച് നിങ്ങളൊരാൾ തന്നു, സ്വാമി ഇത് ആശ്രമം നടത്തുന്ന ട്രസ്റ്റിലേക്കാണ് കേട്ടോ, ശ്രീശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കാണ്, അത് പറഞ്ഞു തന്നാൽ എൻ്റെ കർത്തവ്യമാണ് ഞാൻ അതേപടി അവിടെ എത്തിച്ച് റസീറ്റ് എഴുതിച്ച് അവിടെ വരവ് ചേർപ്പിക്കുക. അത് മറ്റൊന്നും ചെയ്യാൻ എനിക്ക് അധികാരമില്ല. പിതൃക്കളെ സംബന്ധിച്ച് പിതൃഭ്യോ സ്വധാ എന്ന മന്ത്രത്തോടു കൂടി നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി പട്ടിയോ പൂച്ചയോ കാക്കയോ കോഴിയോ ആര് വാങ്ങിച്ചെടുത്തോട്ടെ, നമുക്കെന്ത് വേണം? എന്നിട്ട് ചില നാട്ടിലുണ്ട് കാക്കയെ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പത്തെ കല്ലും കൊണ്ട് നിൽക്കും. എന്നിട്ട് പാവം പിടിച്ചൊരു പൂച്ചയോ മറ്റോ വന്ന കല്ലും എടുത്ത് അതിനെ എറിഞ്ഞ്, എന്ത് മഹാപാപാണ്! ഓ,
അതുകൊണ്ട് സമർപ്പിക്കുന്നതോടുകൂടി എൻ്റെ അധികാരം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. പിന്നെ എനിക്ക് അധികാരമില്ല. പിന്നെ അധികാരം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ സമർപ്പിച്ചിട്ട് ഇല്ല. വ്യക്തമാണല്ലോ. എങ്കിലും ലോകത്തിൽ മുഴുവൻ ഏറ്റവും അധികം പിണ്ടം സമർപ്പിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം നദിയിലും സമുദ്രത്തിലുമാണ്. അതിൻ്റെ ഉള്ളിൽ കാക്ക പതിവില്ല, മത്സ്യങ്ങളാണ് പതിവ്. സന്ധ്യയ്ക്ക് ശേഷം വീട്ടിൽ വരുന്നതും പോകുന്നതും എന്തെങ്കിലും കൊടുക്കുന്നതും കുറ്റമാണോ? ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് സമയം അങ്ങനെ നോക്കാതെ തന്നെ പോവാറും വരാറൊക്കെ ഉണ്ട്. പഴയൊരു ജീവിത വീക്ഷണത്തിൽ സന്ധ്യ കഴിഞ്ഞാൽ അതിഥികൾ ഒരു വീട്ടിലും പോവാറ് പതിവില്ല പഴയ ക്രമത്തിൽ. അതുകൊണ്ടാണ് രാവിലെ പ്രഭാത സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുന്ന സമയത്ത് ഉമ്മറത്ത് ഒരു കിണ്ടിയിൽ വെള്ളം വയ്ക്കും. സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നതിന് മുമ്പ് ആ കിണ്ടി കഴുകി കമഴ്ത്തി വെക്കും. പിറ്റേന്നും ഇത് തന്നെ പണി. എന്തിനാത്? എപ്പോഴാണ് അതിഥി വരിക എന്നറിയില്ല. അപ്പൊ വെള്ളം എടുക്കാൻ ഓടാൻ പറ്റില്ല, തയ്യാറ് വേണം സ്വീകരിക്കാൻ. സന്ധ്യ കഴിഞ്ഞ അതിഥി വരരുത്. അതാണ് പഴയ ഒരു ക്രമം. പക്ഷെ ഇന്നത്തെ ജീവിതക്രമവും സാഹചര്യമൊക്കെ മാറുമ്പോൾ നമുക്കിതിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയേ മതിയാവും, ഇല്ലേ? ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ വിഷമാണ്. മറ്റത് വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും പകല്. ഒരാൾ ജോലിക്ക് പോയാൽ ഇപ്പം അതില്ല. മിക്കവാറും വലിയ വലിയ വീടായിരിക്കും, പക്ഷേ ഒരു മനുഷ്യനും ഉണ്ടാവില്ല പകല്. ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സന്ധ്യയ്ക്ക് ശേഷം പോകേണ്ടി വരും. പക്ഷേ സന്ധ്യയ്ക്ക് ശേഷമൊക്കെ പോകുമ്പോൾ അവരുടെ ഒരു പ്രൈവസി നോക്കിയിട്ട് അവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ പോകണം എന്നുള്ളത് പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ സമയത്ത് പകല് രാത്രിയിലൊന്നും നോക്കാൻ പറ്റില്ല. എപ്പോഴും പോകേണ്ടി വരും, ഇല്ലേ? വേണ്ട, എപ്പോഴും കൊണ്ട് ഇന്നലെ ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. അതിൽ വിശേഷിച്ച് താത്വികമായിട്ടൊന്നും പറയാനില്ല. എന്തെങ്കിലും കൊടുക്കുന്നത് കുറ്റമാണോ? വീട്ടിൽ ആരെപ്പ വന്നാലും കൊടുക്കണം. അനുപേക്ഷണീയ സർവാസു അവസ്ഥാസു അതിഥി ഇതി വിധീയതേ എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയിട്ടുണ്ട്. ഏതവസ്ഥയിലും അതിഥി വന്നാൽ സേവിച്ചോണം. വരണോ വരണ്ടോ എന്ന് അയാളാ ചിന്തിക്കണ്ടേ, നമ്മൾ സ്വീകരിച്ചു. പോന്ന ആളാണ് വേണോ വേണ്ടോ എന്ന് ചിന്തിക്കേണ്ടത്. പക്ഷേ ആതിഥേയന്റെ ഉത്തരവാദിത്തമാണ് ഏതവസ്ഥയിൽ വന്നാലും കൊടുക്കുക, സ്വീകരിക്കുക. വരൂ കേട്ടോ, ഇരിക്കൂ. അതാണ് ആദ്യ ആവാഹനം. പിന്നെ പാദ്യം സമർപ്പയാമി, കാല് കഴുകാൻ വെള്ളം കൊടുത്തു. ആസനം സമർപ്പയാമി, ഇരിക്കുക. അർഘ്യം സമർപ്പയാമി, കുറച്ച് വെള്ളം കുടിച്ചോളൂ, വെള്ളം കൊടുക്കുക. നൈവേദ്യം സമർപ്പയാമി, എന്താ ഉള്ളത് വെച്ചാൽ അത് കൊടുക്കുക. ദേവപൂജയ്ക്കുള്ളതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ളതൊന്നും വേണ്ടാട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ദേവപൂജയ്ക്ക് മതി. താമ്പൂലം സമർപ്പയാമെന്ന് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ധൂപം സമർപ്പയാമി, ഒരു പുക വലിച്ചോളൂ, അതൊന്നും വേണ്ട. അതൊക്കെ ദേവപൂജയ്ക്ക് മതി, അതിഥിക്ക് വേണ്ട. അത് കഴിഞ്ഞാൽ വിസർജനം. ഈ വഴിക്ക് പോകുമ്പോൾ വരൂ കേട്ടോ, സന്തോഷമായി നിങ്ങൾ വന്നത്. ആ ഒരു ഭാവം, ആ ഒരു സ്നേഹം അത് എപ്പോഴാച്ചാലും വേണം. പിന്നെ പോണ ആളാണ് ആലോചിക്കേണ്ടത് സന്ധ്യയായിട്ട് പോണോ വേണ്ടോ എന്നുള്ളത്. പുലയുള്ള വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാമോ ഭഗവാൻ? പുലയുള്ള വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ എന്താ കുഴപ്പം? എന്തായാലും ചോദിച്ചാൽ കഴിക്കണ്ട. എന്തുകൊണ്ട്? അയാൾക്ക് സംശയമുള്ളത് കൊണ്ട്. സംശയത്തോടു കൂടി കഴിച്ചാൽ പ്രശ്നമാവും. ബാക്കിയുള്ളവർക്കൊക്കെ കഴിക്കാം. സംശയത്തോടു കൂടി ഒന്നും ചെയ്യാം. അല്ല, സ്വാമി പറഞ്ഞാൽ സംശയം തീരുമായിരുന്നു. എന്നാൽ ഒരു ഗൃഹത്തിൽ ശ്മശാനകർമ്മം നടക്കുന്നതിന് മുമ്പ് ശവമുണ്ട്. അതിൻ്റെ സാമീപ്യമാണ്. അവിടെ ഭക്ഷണം കഴിക്കരുതെന്ന് മാത്രമല്ല, അവിടെ നിന്ന് തിരിച്ച് അവനവൻ്റെ ഗൃഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് അണുനാശക ദ്രവ്യം ഉപയോഗിച്ച് കുളിച്ചിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ. അത് കഴിഞ്ഞാൽ അതുമായി അടുത്തിടപഴകിയ വ്യക്തികളോട് 2 ആഴ്ചക്കാലം നമ്മൾ ഇടപഴകുകയാണെങ്കിൽ അണുനാശക ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് കുളിക്കണം. അത് രോഗപകർച്ച ഒഴിവാക്കാനാണ്. ആ നിലയ്ക്ക് കഴിയുന്നതും
ഭക്ഷണം തുടങ്ങിയവ നിർബന്ധമല്ലെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഭക്ഷണം നിർബന്ധമാണെങ്കിൽ ഒക്കെ തിളപ്പിച്ച സാധനങ്ങൾ ഒക്കെ കഴിക്കുക, തണുത്തത് കഴിക്കാതിരിക്കുക, അത് ചെയ്യാവുന്നതാണ്. ഇളം ചൂടാക്കിയത് ഒട്ടും കഴിക്കരുത്. കാരണം എന്തൊക്കെ രോഗാണുക്കളാണ് അയാളുടെ മരണത്തിന് കാരണമായെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. എല്ലാ ഈശ്വരന്മാർക്കും രൂപമാണ് പ്രതിഷ്ഠ. ഈശ്വരന് പ്രതിഷ്ഠ ഇല്ല. എല്ലാ ഈശ്വരന്മാർക്കും രൂപമാണ് പ്രതിഷ്ഠ. ഈശ്വരന്മാർക്ക് പ്രതിഷ്ഠ ഇല്ല. എന്റെ സ്വാമി, അപ്പൊ ക്ഷേത്രങ്ങളിലേക്കൊക്കെ ദേവതകളാണ്, എല്ലാം ദേവതകളാണ്, ഈശ്വരനല്ല. ഈശ്വരന് ഇന്ന തസ്യ പ്രതിമാസ്തി, ഈശ്വരന് പ്രതിമയില്ല. അശബ്ദമസ്പർശമരൂപമവ്യയം, ശബ്ദമില്ല, സ്പർശമില്ല, രൂപമില്ല. രൂപമില്ലാത്തതിന് എങ്ങനെയാ രൂപം ഉണ്ടാവുക? ഈശ്വരന് രൂപമില്ല. ദേവതകളാണ്. സത്വ രജ സ്തമോ ഗുണയുക്തങ്ങളായ വ്യത്യസ്ത ദേവതാ ഭാവങ്ങളെ നമ്മൾ പൂജിക്കുന്നു. അങ്ങനെ കോടിക്കണക്കിന് ദേവതകളുണ്ട്. അങ്ങനെയുള്ള കോടിക്കണക്കിന് ദേവതകൾക്കാണ് നമ്മൾ സാകാരമായ സാവയവമായ പ്രതിമകളെ വെച്ച് പൂജിക്കുന്നത്. എന്തുകൊണ്ട് ശിവലിംഗ പ്രതിഷ്ഠ? ഇവിടെ പ്രത്യേകമായിട്ട് മിക്ക ദേവതകൾക്കും, വിശേഷിച്ച് ഭഗവതിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ, ഭദ്രകാളി എന്ന് മാത്രം പറഞ്ഞിട്ടില്ല, ത്രിപുരസുന്ദരി എന്ന് മാത്രം പറഞ്ഞിട്ടില്ല, ഭഗവതിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ. അതുപോലെ ചില ശൈവ ദേവതകൾ ഏറെയും കണ്ണാടി പ്രതിഷ്ഠയാണ്. ഏറെയും കല്ലുകൊണ്ടുണ്ടാക്കിയ കണ്ണാടി, അല്ലെങ്കിൽ ലോഹങ്ങളെ കൊണ്ടുണ്ടാക്കിയ കണ്ണാടി, അതുപോലെ മരം കൊണ്ടുണ്ടാക്കിയ കണ്ണാടി ഒക്കെ പതിവുണ്ട്. അതാണ് കൂടുതലും കാണുന്നത് ക്ഷേത്രങ്ങളിൽ. ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും അധികം കണ്ടിട്ടുള്ളതാണ്. ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഭഗവതിയുടെ സാകാര സാവയവ രൂപമുള്ളത്. നിങ്ങളൊന്ന് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിക്കോളൂ. അത് ഇങ്ങനെ ആകൃതിയിലുള്ള ശിലയായിരിക്കും. അതുകൊണ്ട് എല്ലാം സാവയവമാണെന്ന് വിചാരിക്കരുത്. അല്ലാത്ത ഇനി ശിവലിംഗ പ്രതിഷ്ഠയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് സാവയവമായ സാകാരമായ ഉപാധിക്കും അഥവാ ഉപാസനയ്ക്കും നിർഗുണ നിരാകാരമായ തത്വാനുസന്ധാനത്തിനും ഇടയ്ക്കുള്ളൊരു ഘട്ടമാണ്. ശിവം ലിംഗ്യതേ ഇത് ശിവലിംഗ. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവം ലിംഗ്യതേ, ശിവമായതിനെ സൂചിപ്പിക്കുന്നു എന്നാണ് വാക്കിന്റെ അർത്ഥം. ശിവമായതിനെ സൂചിപ്പിക്കുന്നതാണ് ശിവലിംഗം. ലിംഗ്യതേ, ലിംഗ്യതേ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കും. ഒന്നും കൂടി ലിംഗം എന്നുള്ള ശബ്ദത്തെ വിശദമാക്കാം. ഇപ്പൊ കാഷായ വസ്ത്രം, ഇത് സന്യാസിയുടെ ലിംഗമാണ്. കാഷായ വസ്ത്രം കണ്ടാൽ മനസ്സിലായി ഇത് സന്യാസിയാണെന്ന് മനസ്സിലായി. കേരളം ഒഴിച്ചുള്ള സ്ഥലത്ത് അല്ലേ? കേരളത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ ഗൃഹസ്ഥന്മാരും കാഷായം ഉപയോഗിക്കുന്നുണ്ട്. എന്താ കഥ? ശരിയല്ലേ പറഞ്ഞ? ബാക്കി എല്ലാ സ്ഥലത്തും സന്യാസി മാത്രമേ ഉപയോഗിക്കുള്ളൂ, വേറെ ആരും കാഷായം ഉപയോഗിക്കില്ല. കേരളത്തിൽ ഉപയോഗിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. മറ്റെല്ലാവരും സന്യാസം. അപ്പൊ സന്യാസിയുടെ ലിംഗമാണ് കാഷായം. അല്ലെങ്കിൽ രണ്ടാമത്തെ കാലിന്റെ വിരലിൽ ഒരു സ്ത്രീ മോതിരം ഇട്ടിട്ടുണ്ടെന്ന് വെച്ചോളൂ. കാലിന്റെ രണ്ടാം വിരലിൽ മോതിരം ഇട്ടിട്ടുണ്ട്. എന്തിന്റെ ലിംഗമാണ്? അവൾ വിവാഹിതയാണ് എന്നുള്ളതിന്റെ ലിംഗമാണ്. ഉദാഹരണത്തിന്. അപ്പോ ബാഹ്യമായ സൂചനയ്ക്കാണ് ലിംഗം എന്ന് പറയുക. ശിവം ലിംഗ്യത, ഇത് ശിവലിംഗം. എന്താ അത്? നിരാകാരമാണ്, ആദ്യന്തരഹിതമാണ്, അവയവരഹിതമാണ്. ഇതാണ്. എന്താ ശിവലിംഗത്തിന്റെ ആകൃതി? പറയൂ.
ചതുരാണോ? അല്ല. ഗോളമാണോ? അല്ല. പിന്നെന്താ? എന്താന്ന് പറയാൻ വയ്യ. നമ്മൾ പുറമെ കാണുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല. പീഠത്തിനുള്ളിൽ ഇറക്കി വെച്ചതാണെങ്കിൽ ആദ്യന്തരഹിതമായിരിക്കുന്ന ആകൃതിയാണ്. അവയവങ്ങളില്ല, ആദിയില്ല, അന്തമില്ല. അതാണ് ശിവതത്വം എന്ന് സൂചിപ്പിക്കുകയാണ്. ഉത്സവങ്ങൾ ആഘോഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. ഉത്സവങ്ങളും വർണ്ണ മഹിമകളും നൃത്തങ്ങളും സംഗീതങ്ങളും ചിത്രങ്ങളും ശില്പങ്ങളും വർണ്ണപൊലിമകളും ഒക്കെയാണ് ഭാരതീയ ജീവിതത്തെ ഇത്ര വർണ്ണമയവും വൈവിധ്യപൂർണവുമാക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും ഉത്സവങ്ങൾ അനിവാര്യമാണ്. എന്തിനെ ഉത്സവാക്കാൻ പഠിക്കണം? ജീവിതം തന്നെ ഉത്സവാക്കണം. ഈ മുഖവും വികൃതമാക്കി ഇങ്ങനെ ഇരിക്കാണ്ട് ഒന്ന് ചിരിക്കുക, ഒന്ന് സന്തോഷമായിട്ട് ഒന്ന് കണ്ടാ ഒന്ന് ചിരിച്ച് കെട്ടിപ്പിടിക്കാൻ സുഖമുണ്ട് അതിനല്ലേ? അതെ, ജീവിതം തന്നെ ഉത്സവാക്കണം. സ്വാമി എനിക്ക് അതില്ല ഇതില്ലടേ, അതില്ല ഇതില്ല എന്ന് പറഞ്ഞിരുന്നാൽ അത് ഒന്നും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതിന് വെറും സന്തോഷിച്ചൂടെ, ഒന്ന് ഉത്സവാക്കിക്കൂടെ? ജീവിതം തന്നെ ഉത്സവമായിരിക്കണം. അതിന് വർണ്ണപ്പൊലിമകൾ, ശബ്ദഘോഷങ്ങൾ, അത് സ്വഭാവ മനുഷ്യൻ്റെ. അതാണ് ഭാരതത്തിന്റെ വിശേഷം. അതുകൊണ്ട് നമുക്ക് അനേക ഉത്സവങ്ങളുണ്ട്, അനേക ഉത്സവങ്ങൾ. ഓരോ വ്രതത്തിന്റെയും പൂർത്തീകരണത്തിൽ നമുക്കൊരു ഉത്സവമാണ്. ഇപ്പൊ നവരാത്രിക്ക് നമ്മൾ വ്രതം ദീക്ഷിച്ചാൽ ദശമി നമുക്ക് ഉത്സവമാണ്. ചിന്തിക്കുക. ദീപാവലി നമുക്ക് ഉത്സവമാണ്. സൂര്യൻ ദിനരാത്രങ്ങൾക്ക് തുല്യ സമയം കൊടുക്കുന്ന സന്ദർഭം വിഷുവങ്ങൾ. വിഷുവം നമുക്ക് ഉത്സവമാണ്. എപ്പോഴൊക്കെ ഉത്സവം അല്ലാത്ത ഉത്സവമാണ്. പിള്ളേനെ കൊണ്ട് ഉത്സവമാക്കുക ജീവിതം, സന്തോഷം. ഇനി ക്ഷേത്രങ്ങളിലെ ഉത്സവമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെയാവാം. ചിലപ്പോൾ ക്ഷേത്രങ്ങളെ ഉത്സവമാണ് എങ്കിൽ തീർച്ചയായിട്ടും അനിവാര്യമാണ് ഉത്സവങ്ങൾ. അതായത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു ഉപാസനാനിഷ്ഠയുള്ള ആചാര്യൻ ലോകത്തിൻ്റെ അനുഗ്രഹം സങ്കല്പിച്ചുകൊണ്ട് ഒരു ദേവതാഭാവത്തെ പ്രത്യേക മന്ത്ര ചൈതന്യത്തിനനുസൃതമായ വിധത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ആ പ്രതിഷ്ഠിക്കുമ്പോൾ എല്ലാ കാലവും പ്രദേശത്തിൻ്റെ മുഴുവൻ അനുഗ്രഹകലയായി വർത്തിക്കണമേ എന്നുള്ളതാണ്. ആ സങ്കല്പത്തോടു കൂടി അവിടെ തീർത്തും ഒരു വ്യക്തിഭാവത്തിൽ ആ ദേവതയെ ആവർത്തിക്കാം, വ്യക്തിഭാവത്തിൽ ആ ദേവതയെ നിത്യകർമ്മങ്ങളെ കൊണ്ട് പൂജിക്കണം. അതിൽ വേദപാഠങ്ങൾ, മന്ത്രജപങ്ങൾ, നിശ്ചിത സമയങ്ങളിലുള്ള പൂജകൾ, നൈവേദ്യ സമർപ്പണങ്ങൾ എല്ലാം ഉൾപ്പെടും. ഇതൊക്കെ ചെയ്യുന്നത് അതേ പ്രതിഷ്ഠാതാവല്ല, മറ്റ് വ്യക്തികളാണ്. അതുകൂടാതെ ആ ശക്തി സ്രോതസ്സിലേക്ക് ആരാധനയ്ക്ക് വരുന്ന ഭക്തന്മാരുണ്ട്, അവരുടെ സങ്കല്പങ്ങളുണ്ട്. അവരെല്ലാം ശുദ്ധമായിട്ടാണ് വരേണ്ടത്. ശരീരശുദ്ധി, വസ്ത്രശുദ്ധി തുടങ്ങിയവ പാലിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള കർമ്മങ്ങളിലും ദർശകരുടെ നിഷ്ഠകളിലും ഇനി അവിടെ ക്രിയ ചെയ്യുന്നവരുടെ ഭാവനകളിലും ഒക്കെ ന്യൂനതകൾ വരാം, ദോഷങ്ങൾ വരാം. ന്യൂനത വരാം, ദോഷം വരാം. ഈ ന്യൂനതകളെ കൊണ്ടും ദോഷങ്ങളെ കൊണ്ടും അവിടെ ഉണ്ടാകുന്ന ഒരു ചൈതന്യക്ഷയം കാലികമായിട്ട് ഇല്ലാതാക്കണം. ഉദാഹരണത്തിന് പ്രതിവർഷം ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ പ്രതിവർഷം 2 പ്രാവശ്യം, അല്ലെങ്കിൽ പ്രതിവർഷം 4 പ്രാവശ്യം, ഇങ്ങനെയൊക്കെ ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. വർഷം 4 ഉത്സവമുള്ള ക്ഷേത്രങ്ങൾ, വർഷത്തിൽ 2 ഉത്സവമുള്ള ക്ഷേത്രങ്ങൾ,
വർഷത്തിൽ ഒരു പ്രാവശ്യം ഉത്സവമുള്ളത്. അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 32 കൊല്ലം കൂടുമ്പോൾ മാത്രമുള്ളത് കുറയുണ്ട്. അവിടെ വിശിഷ്ടങ്ങളായ പൗഷ്ടിക കർമ്മങ്ങൾ, നിത്യകർമ്മങ്ങളല്ല, വിശിഷ്ടങ്ങളായ പൗഷ്ടിക കർമ്മങ്ങൾ മന്ത്രപൂർവം ചെയ്ത് ആ ദേവകലയെ ഉദ്ദീപിപ്പിക്കുകയാണ്. ആ ദേവകല ആ പ്രദേശം മുഴുവൻ അനുഗ്രഹദായകമായി തീരുകയാണ്. അപ്പോൾ ഒന്ന്, നിത്യനൈമിത്തിക കർമ്മങ്ങളിൽ വന്നിട്ടുള്ള ലോപദോഷങ്ങളെ ഇല്ലാതാക്കാനും പോരാ, വിശിഷ്ടങ്ങളായിരിക്കുന്ന ക്രിയകളിലൂടെ ആ പ്രദേശത്തിൻ്റെ മൊത്തം ഐശ്വര്യകരമാകുന്ന രീതിയിൽ അവിടുത്തെ അനുഗ്രഹകലയെ വർദ്ധിപ്പിക്കാനും വേണ്ടി കാലികമായി ചെയ്യുന്നതാണ് ഉത്സവങ്ങൾ. അത് വേണം എന്ന് തന്നെയാണ് അഭിപ്രായം. വ്യക്താണല്ലോ. ബ്രാക്കറ്റിൽ കരിപ്പുറത്ത് മാത്രം എന്താണ് എഴുന്നള്ളിപ്പ്, ആനയുടെ പുറത്ത് മാത്രം എന്താ എഴുന്നള്ളിപ്പ് അറിയില്ലേ? അതെങ്ങനെ വന്നു എന്നറിയില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം, മനസ്സിലാക്കിയതിൽ തെറ്റുകൾ വരാം, പക്ഷെ മനസ്സിലാക്കിയെടുത്തോളം ദേവതയെ എഴുന്നള്ളിക്കേണ്ടത് ഒന്ന് ആചാര്യൻ്റെ ഹസ്തത്തിൽ, നെഞ്ചിനോട് ചേർത്ത് ഹസ്തത്തിൽ പിടിക്കുക. 2 മസ്തകത്തിൽ വെക്കുക. ശിരസിൽ ദർഭ കൊണ്ടോ തുണി കൊണ്ടും മറ്റുള്ളതായ ആസനം ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ശിരസിൽ വെച്ചിട്ട് ചെയ്യുക. 3 രഥത്തിൽ ചെയ്യുക. ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മസ്തകം എന്നുള്ളത് നമ്മുടെ തലയാന്നുള്ളത് മറന്നിട്ട് ആനപ്പുറാന്ന് വിചാരിച്ചുവോ? അതല്ല. ക്ഷേത്ര നടത്തിപ്പിൽ മാത്സര്യങ്ങൾ കടന്നുകൂടിയപ്പോൾ രാജാക്കന്മാർ തമ്മിലുള്ള അഭിമാനത്തിൻ്റെയും വീറിൻ്റെയും മാത്സര്യത്തിൻ്റെയും ചിഹ്നങ്ങളായി ധാരാളിത്തം കാണിക്കുന്നതിൻ്റെ ഭാഗമായി ആനകൾ കടന്നുകൂടിയതാണോ? അതല്ല. ഭക്തിപൂർവം ദേവതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കട്ടക്കട്ട ഉയർന്ന സ്ഥലത്ത് തന്നെ എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണോ? അറിയില്ല. ഏതായാലും ഇന്ന് ഇത് അനർത്ഥമായിട്ടാണ് തീർന്നിട്ടുള്ളത്. അനർത്ഥമായിട്ടാണ്. കാരണം വലിയ വിസ്താരമുള്ള സ്ഥലങ്ങളിൽ ആനകൾ എഴുന്നള്ളിച്ചോ എനിക്കൊരു വിരോധവും ഇല്ല. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ നവീകരിക്കപ്പെട്ടു. അത് നവീകരിക്കേണ്ട പോലെയാണോ നവീകരിച്ചത്? അല്ല. കാരണം പൂർവകാലത്ത് ഊരാളന്മാരോ മറ്റോ നീക്കി വെച്ചിരുന്ന ക്ഷേത്രഭൂമികൾ മുഴുവൻ കുടുംബക്കാർ വീതമെടുത്തു. ഭഗവാനെ ഒറ്റപ്പെടുത്തി, ബാക്കിയെല്ലാം വീതം വെച്ചു, ചില്ലുവാനാക്കി. ഭഗവാനാകെ ഒരു വട്ടം ഉണ്ടാവും. പിന്നെയാണ് നാട്ടുകാർ കമ്മിറ്റിയൊക്കെ ആക്കിയിട്ടുണ്ടാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 10 സെന്റ് 15 സെന്റ് 20 സെന്റ് 40 സെന്റ് എന്നും പറഞ്ഞിട്ടുള്ള ഭൂമിയിലാണ് ക്ഷേത്രങ്ങളുള്ളത്. അവിടെയാണ് അപ്പുറത്തെ ക്ഷേത്രക്കാരൊരു ആനേനെ കൊണ്ടുവന്നിട്ട് നമുക്ക് 3 വേണമെന്ന് പറഞ്ഞ് 3നെ കൊണ്ടുവരുന്നത്. ഈ ഇവിടെ നിന്ന് അവൻ ഇടയാത്തതും 10,000 പേരെ കൊല്ലാത്തതും എന്തൊരു ഭാഗ്യമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അതൊന്നും പോരാണ്ട് ഈ ശബ്ദഘോഷങ്ങൾ കേൾക്കാൻ പാടില്ലാത്ത പാവം ജന്തുവിൻ്റെ അടുത്തുനിന്ന് കതിനകൾ പൊട്ടിക്കുകയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾ ചെയ്യുകയും അസഹനീയമായ ശബ്ദഘോഷങ്ങൾ പുറപ്പെടുവിക്കുകയും അതിനേക്കാൾ തീക്ഷ്ണങ്ങളായ വെളിച്ചം അടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തുമാത്രം അനർത്ഥകരമാണ്. ചിന്തിക്കുക. അതുകൊണ്ട് എല്ലാം പഴയ രീതിയിൽ വേണമെച്ചാൽ അടിവരായിട്ട് നമ്മൾ പറയും എല്ലാം പഴയ രീതിയിൽ വേണം. ചിലത് മാത്രം പഴയ രീതിയിൽ വേണം, ചിലത് മാത്രം പുതിയത്. അത് പറ്റില്ല, അനർത്ഥകരമാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു കരിയും കരിമരുന്നും ഒഴിവാക്കണം. ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ പോലും ഇന്ന് കരിയും കരിമരുന്നും കൊണ്ടൊരു കളിയ. ഗുരുനിന്ദ. ഇതിൽ പരം എന്ത് വേണം? ചിന്തിക്കുക. ഇതുകൊണ്ട് ചിദാനന്ദപുര സ്വാമിക്ക് ആനയോട് ദേഷ്യാന്ന് വിചാരിക്കരുതേ. ആനയോട് അങ്ങേയറ്റം സ്നേഹമാണ്, കൗതുകമാണ്, ഒക്കെയാണ്. പക്ഷേ അതിനെങ്ങനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഭയാനക്കാണ്.
അതുകൊണ്ട് ആനസ്നേഹം പറയുന്ന കൂട്ടത്തിൽ ഞാനോട്ട് ഇല്ലേനും അതും മനസ്സിലാക്കണം. കാരണം ആനസ്നേഹം പറയുന്നവർക്ക് അറക്കപ്പെടുന്ന കോഴീനോട് സ്നേഹമില്ല, അറക്കപ്പെടുന്ന കാളേനോടോ പോത്തിനോടോ സ്നേഹമില്ല. ആനയോട് മാത്രം സ്നേഹമുള്ള ഒരു പ്രത്യേക വർഗ്ഗമുണ്ട്, അതിൽ നമ്മൾ പെടില്ല. മറിച്ച് ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്. എന്നാൽ എത്ര സ്നേഹമായി സ്വന്തം മക്കളെ നോക്കുന്നതിനേക്കാൾ നന്നായി ആനയെ നോക്കിയിരുന്ന ആൾക്കാരുണ്ട്. മാതംഗലീല തുടങ്ങിയ ശാസ്ത്രങ്ങൾക്കനുസരിച്ച് ആനയെ ശുശ്രൂഷിച്ച പാപ്പാന്മാരുണ്ട്. സമയാസമയങ്ങളിൽ ഹസ്ത്യായുർവേദം അനുസരിച്ച് ചികിത്സ കൊടുത്തവരുണ്ട്. അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു. എന്നാൽ ഇന്നത്തെ പീഡനങ്ങൾ അതല്ല. 50 കൊല്ലം മുമ്പ് കേരളത്തിൽ 100-ൽ താഴെ ക്ഷേത്രങ്ങളിൽ 30 എത്രയോ ആണ് കൃത്യം. എന്നാലും നമുക്കത് കൃത്യം കണക്കറിയാത്തതുകൊണ്ട് തെറ്റരുതല്ലോ എന്നുള്ളത് കൊണ്ടാണ് 100-ൽ താഴെ എന്ന് പറഞ്ഞത്. ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ 3000-ന് ചോട നാട്ടാനകൾ ഉണ്ടായിരുന്നു. ഇന്ന് 6000 ചില്ലാൻ ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നു. ആനകൾ 400 ചില്ലാനേ ഉള്ളൂ. അപ്പോൾ ഈ 400 ചില്ലാനിൽ തന്നെ എഴുന്നള്ളിക്കാൻ യോഗ്യത ഉള്ളത് 300 എത്രയേ ഉള്ളൂ. അപ്പൊ തന്നെ ആലോചിച്ചാൽ അറിയാം അവ ഏൽക്കുന്ന പീഡനങ്ങൾ എത്ര ഉണ്ടാവും. ശരി, അതുകൊണ്ട് കരി വേണ്ട, ഉത്സവം വേണം. കുടുംബദേവത എന്നത് എങ്ങനെ ഉണ്ടായി? നമ്മളെ ജീവിതക്രമത്തിൽ വൈദികമായ ഒരു ജീവിതക്രമം അനുസരിച്ച് 2 സന്ധ്യകളിലും നമ്മൾ അഗ്നിഹോത്രം ചെയ്ത് കാലികമായി മറ്റ് യജ്ഞങ്ങളെ നിർവഹിച്ച് ജീവിച്ചു പോന്നു. ആ ഒരു വീക്ഷണം അനുസരിച്ച് നമ്മുടെ ഗൃഹനാഥൻ ആരാണ്? ആരാ ഗൃഹനാഥൻ? അഗ്നി. അഗ്നിയാണ് ഗൃഹനാഥൻ. അതാണ് വിവാഹ സംസ്കാരം ചെയ്ത അതേ ദിവസം ചെയ്യേണ്ടുന്ന അടുത്ത സംസ്കാരമാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം. ഇത് രണ്ടും ഒരേ ദിവസം നടക്കണം. അപ്പോൾ വിവാഹിതരായ പതിയും പത്നിയും ഒന്നിച്ച് ഗൃഹത്തിലേക്ക് പ്രവേശിക്കുകയും അച്ഛനും അമ്മയും കൂടി അവരെ സ്വീകരിച്ച് ആ സമയത്ത് അച്ഛനെയും അമ്മയെയും അവർ നമസ്കരിച്ച് അച്ഛനും അമ്മയും അക്ഷതം ശിരസിലിട്ട് അനുഗ്രഹിച്ച് അത് കഴിഞ്ഞ് അവർ നേരെ അഗ്നിയുടെ അടുത്ത് പോയി പ്രതിജ്ഞ ചെയ്യണം, നിന്നെ ഞങ്ങൾ പരിപാലിച്ചു കൊള്ളാം, ആജീവനാന്തം അഗ്നി പരിപാലനം ഞങ്ങൾ ചെയ്യാം എന്ന് പ്രതിജ്ഞ ചെയ്യണം. ആ ചടങ്ങാണ് ഗൃഹസ്ഥാശ്രമ പ്രവേശ സംസ്കാരം. ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാണ്. കാലക്രമേണ അഗ്നി പോയി. എങ്ങനെയായാലും ശരി, ദേവതാധിഷ്ഠിതമായൊരു ജീവിതക്രമം സമൂഹത്തിൽ വന്നു. ഏത് കാലഘട്ടത്തിലാണെന്ന് അറിയില്ല. അതാണ് കുടുംബദേവത, ഗ്രാമദേവത, തറവാട് ദേവത എന്നൊക്കെയുള്ള മട്ടിൽ. കുടുംബദേവത എന്ന് പറയുമ്പോൾ ഭരദേവതയാണ്, കുടുംബ ഭരദേവത. അപ്പൊ ആ കുടുംബത്തിലുള്ളവരൊക്കെ ആ ദേവതയിൽ കേന്ദ്രിതമായ ഒരു ജീവിതം. ആ ദേവതയാണ് അവർ ഒന്നിപ്പിക്കുന്നത്. ആ ദേവതയുടെ വിശേഷങ്ങളിൽ എല്ലാവരും എത്ര ദൂരെ താമസിക്കുന്നവരാണെങ്കിലും ഒന്നിച്ചെത്തിച്ചേരുകയും നമ്മൾ ഒന്നാണെന്ന ഭാവനയെ ഊട്ടി ഉറപ്പിക്കുകയും ഒരു ദൃഢമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് ഉപാസനാനിഷ്ഠമായി ആ ഏകതയെ തിരിച്ചു വിടുകയുമാണ് കുടുംബ ഭരദേവത ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഓരോ ഗ്രാമത്തിനും ഗ്രാമദേവതകളും, ഓരോ ജനപഥത്തിൻ്റെയും ജനപഥത്തില് മഹാക്ഷേത്രങ്ങൾ. ഭാരതത്തിൽ എവിടെ പോയാലും ഈ പറഞ്ഞതൊക്കെ കാണാൻ പറ്റും. അപ്പൊ ദേവതാ കേന്ദ്രിതമായ ഒരു ജീവിത വ്യവസ്ഥ നമുക്കുണ്ട്. അത് ശ്രേഷ്ഠമാണ്. അതിനെ മുൻനിർത്തി പുലർത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അത് നമ്മളെ ഒന്നിപ്പിക്കുന്നു, ഉപാസനാ ബലത്തിലൂടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ ഏകത ഈശ്വരീയമായ ദിശയിലേക്ക് തിരിച്ചുവിടുന്നു. അപ്പൊ
അപ്പം നമ്മുടെ ഐക്യത്തിന് വലിയൊരു മാനമായി. ശ്രദ്ധിക്കുക, അതാണ് നമ്മളെ കുടുംബങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത്. അച്ഛനെ അമ്മയെ അച്ഛനെ ഒക്കെ നമ്മൾ ദൈവമായിട്ടാണ് കാണുന്നത്. ദൈവത്തെ പോലെയല്ല, ദൈവമായിട്ടാണ് കാണുന്നത്. പക്ഷേ തലമുറകൾ കഴിയുമ്പോൾ അതെല്ലാം വിസ്മൃതിയിലാണ്ട് പോകും. ഇല്ലേ? ഉണ്ടോ? ഇല്ല, കണ്ടുപോകും. ഏറി വന്നാൽ 3 തലമുറ വരെ, അതിനപ്പുറത്ത് പോയാൽ 4 തലമുറ വരെ, അതിനപ്പുറത്തേക്കൊന്നും ആരും പോകില്ല. പിന്നെ കേട്ടുകേൾവി ഉണ്ടായിട്ട് ചിലരൊക്കെ പറയും, ഇങ്ങനൊരാൾ ഞങ്ങൾ തറവാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയും. അത് ശരിയാ, അത് രണ്ടറ്റത്തുള്ളവരെയും പറയും അല്ലേ? അങ്ങേയറ്റം മഹിമയുള്ള ആളും ഏറ്റവും പേരുദോഷം വരുത്തിയ ആളും, രണ്ടും നമ്മൾ പറയാറുണ്ട്. എന്നാൽ കുടുംബ ഭരദേവതാ സങ്കല്പം അതല്ല. ആ തലമുറകളിലേക്ക് പകർന്നു നൽകപ്പെടുന്നത്, അത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് നമ്മൾ. അത് നിലനിർത്തണം എന്നാണ് പറയാനുള്ളത്. വഴിപാട് നേർന്നതിന് ശേഷം മറന്നുപോയാൽ ദോഷമുണ്ടാകുമോ? ഓർമ്മ വന്നാൽ അപ്പോൾ ചെയ്യാം. ഓർമ്മ വന്നാൽ അപ്പോൾ ചെയ്യുക. സന്യാസ ദീക്ഷയ്ക്ക് ശേഷം പേര് മാറ്റുന്നത് എന്തിനാണ്? സന്യാസ ദീക്ഷയ്ക്ക് ശേഷമല്ല പേര് മാറ്റുന്നത്, സന്യാസ ദീക്ഷ സന്ദർഭത്തിലാണ് പേരിടുന്നത്. പേരിടുന്നത്. നമുക്ക് നാമത്തോടും രൂപത്തോടുമുള്ള താതാത്മ്യമുണ്ട്. രൂപത്തോട് താതാത്മ്യം നമുക്കറിയാതെ ഉണ്ട്, ഇല്ലേ? പക്ഷെ രൂപത്തോട് താതാത്മ്യം ഉണ്ടെങ്കിലും നമ്മുടെയൊക്കെ രൂപം ദിവസം തോറും മാറിക്കൊണ്ടിരിക്കുക. അത് തിരിച്ചറിയപ്പെടുന്നില്ലെങ്കിലും ഒരു കൊല്ലത്തിലൊരിക്കൽ എന്തായാലും തിരിച്ചറിയണില്ല, ഇല്ലേ? പോട്ടെ, ഒരു 5 കൊല്ലം കൊണ്ട് തിരിച്ചറിയണില്ല. ഇടയ്ക്ക് കണ്ണാടിയിൽ നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. അപ്പോ രൂപത്തോട് താതാത്മ്യം ഉണ്ടെങ്കിലും അത് നമുക്ക് തന്നെ അറിയാം. ഇതിൽ അർത്ഥമില്ല എന്നുള്ളത് അറിയാം. ഇതിൽ യാതൊരു അർത്ഥവും ഇല്ല, ഇത് ദിവസം തോറും മാറുന്നതാണെന്നറിയാം. പക്ഷേ നമുക്ക് പേരിനോടുള്ള താതാത്മ്യം കുറച്ചും കൂടി സൂക്ഷ്മമാണ്. കുറച്ചും കൂടി സൂക്ഷ്മമാണ്. അതെ, ഒരാൾ നമ്മളെ നോക്കിയിട്ട് നമ്മൾ തെറി എന്ന് വിചാരിക്കുന്ന ഒരു വാക്ക് വിളിച്ചു എന്ന് വിചാരിച്ചോളൂ. തെറിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഭാഷ മനസ്സിലായില്ലേ? നമ്മൾ തെറിവാക്കെന്ന് വിചാരിക്കുന്ന ഒരു വാക്ക് നമ്മളെ നോക്കി വിളിച്ചു. അതേ വാക്ക് നമ്മുടെ പേര് പറഞ്ഞു വിളിച്ചു. എപ്പോഴാണ് നമ്മൾ അധികം ചൂടാവുക? പേര് പറഞ്ഞ് വിളിക്കുമ്പോഴാണ്. ആ പേരിനോടുള്ള താതാത്മ്യമാണത്. അപ്പം അതുകൊണ്ട് ഇതല്ല നീ, ഇതിനോടുള്ള താതാത്മ്യം നിനക്ക് ഇല്ലാതാവണം എന്നുള്ളത് കൊണ്ട് ഗുരുനാഥൻ അടുത്ത് ചെന്നപ്പോൾ ആദ്യം ഒരു പേരാണ്ട് മാറ്റി. ബ്രഹ്മചര്യ ദീക്ഷയിൽ ആദ്യം അറിയപ്പെട്ട പേരങ്ങോട്ട് മാറ്റി, ബ്രഹ്മചര്യയുടെ പേരിട്ടു. അത് കഴിഞ്ഞു, കുറേ കാലം കഴിഞ്ഞു, സന്യാസ ദീക്ഷയായി. അപ്പം അതും മാറ്റും. ഇതും അല്ലടാ, അതും മാറ്റി. എന്ത് പേരാണ് ആ ഗുരുവിന് തോന്നിയ പേരിടും. അപ്പം ജീവിതത്തിൽ 2 പ്രാവശ്യം അങ്ങനെ പേര് മാറ്റുമ്പോൾ പേരിനോടുള്ള താതാത്മ്യം പോകുന്നതാണ് വെപ്പ്, സങ്കല്പം. പക്ഷെ അതിനോടും താതാത്മ്യം വരാം. അതാണ് മായ. ബലിതർപ്പണത്തിൽ തലേ ദിവസം ഒരിക്കൽ എടുക്കുന്നത് എന്തിനാണ് അറിയില്ലേ? എന്തായാലും വലിയൊരു യജ്ഞല്ലേ ചെയ്യാൻ പോണത്. അതിന് പാകപ്പെടുത്തണ്ടേ ശരീരേന്ദ്രിയ മനോബുദ്ധികളെ? അപ്പൊ അതിന് പാകപ്പെടുത്തണമെങ്കിൽ മിതാഹാരം ശീലിക്കണം, എന്തെങ്കിലുമൊക്കെ ചിലത് ത്യജിക്കണം. എന്നിട്ട് മനസ്സിനെ ആ ഒരു ഉപാസന ചെയ്യുന്നതിലേക്ക് പാകപ്പെടുത്തണം. അതിന് നല്ലതാണ് ഒരു നേരം മൂക്കറ്റം കഴിക്കുകയല്ല, ലഘുഭക്ഷണം സാത്വികമായിട്ട് കഴിക്കുക. ലഘുഭക്ഷണം സാത്വികമായിട്ട് കഴിക്കുക, അതൊരു പാകപ്പെടുത്തലാണ്. എല്ലാ വ്രതങ്ങൾക്കും അതുണ്ട്, ഇല്ലേ? ഇല്ല, എല്ലാ വ്രതങ്ങൾക്കും ഉണ്ട്, അത് പാകപ്പെടുത്തലാണ്. ഗർഭോപനിഷത്തും ഗർഭാധാന സംസ്കാരവും ഒരേ വിഷയം തന്നെയാണോ? ഈ കാലഘട്ടത്തിൽ പ്രായോഗികമാവും വിധം വിശദീകരിച്ച് പറഞ്ഞു തരാമോ? ഗർഭോപനിഷത്തും ഗർഭാധാനവും തമ്മിൽ ഒരു ബന്ധവുമില്ല.
ഗർഭാധാന സംസ്കാരം എന്നുള്ളത് ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരമാണ്. വിവാഹിതരായ പതിയും പത്നിയും, അഥവാ ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ സന്താനോൽപാദനം ഇച്ഛിക്കുന്ന സ്ത്രീ പുരുഷന്മാരും ശുഭസങ്കല്പത്തോടുകൂടി അച്ഛനമ്മമാരുടെ അനുഗ്രഹം മേടിച്ച് ഉചിതമായ തിഥി എന്നുള്ളത് പ്രധാനമായും സ്ത്രീയുടെ ആർത്തവ ചക്രത്തോട് ബന്ധപ്പെട്ടതാണ്. സമാഗമിക്കുന്ന ചടങ്ങാണ് സൽസന്താനം ഉണ്ടാവട്ടെ, ഓജസ്സുള്ള തേജസ്സുള്ള സന്താനം ഉണ്ടാവട്ടെ എന്ന സങ്കല്പത്തോടുകൂടി സമാഗമിക്കുന്ന ചടങ്ങാണ് ഗർഭാധാനം അഥവാ നിഷേകം അഥവാ വീര്യാധാനം, അല്ലെങ്കിൽ വീര്യസ്ഥാപനം, അല്ലെങ്കിൽ ഗർഭസ്ഥാപനം. ഇങ്ങനെ അനേക പേരുകളുണ്ട്. അത് കുട്ടികളെ ഉണ്ടാക്കലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് കുട്ടികൾ ഉണ്ടാവരുത്. രണ്ടുള്ള വ്യത്യാസം മനസ്സിലായില്ല. കാമചേഷ്ടയുടെ ബൈ പ്രോഡക്റ്റ് ആവരുത് കുട്ടി, ധർമ്മചിന്തയുടെ പ്രോഡക്റ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള കുട്ടികളാണ് ശ്രേഷ്ഠന്മാരായിട്ട് വളരുക. ഗർഭോപനിഷത്ത് പരമമായ തത്വോപദേശം ചെയ്യുന്ന ഉപനിഷത്താണ്. ആ പരമമായ തത്വോപദേശത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിൻ്റെ വഴിയിൽ വിരക്തിയെ ജനിപ്പിക്കാൻ വേണ്ടി രേതസിന്റെ രൂപത്തിൽ പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് മുതൽ ജനിക്കുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട് അതിൽ ഗർഭോപനിഷത്തിൽ. പക്ഷെ അതല്ല ഗർഭോപനിഷത്തിന്റെ മുഖ്യ പ്രമേയം. മറിച്ച് ഗർഭോപനിഷത്ത് പരമമായ സത്യപ്രതിപാദനമാണ്. അതിലേക്ക് വിരക്തിയെ ജനിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഭാഗത്താണ് ഈ എന്താ പറയേണ്ടത്, ഭ്രൂണാവസ്ഥ രൂപപ്പെടുന്നത് മുതൽ ആ കുഞ്ഞ് പ്രസവിക്കപ്പെടുന്നത് വരെയുള്ള ആ സന്ദർഭങ്ങളെ വിസ്തരിച്ചിട്ടുള്ളത്. ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ പറ്റാവുന്ന രീതിയിലൊക്കെ ഉപദ്രവിക്കുകയും ക്ഷേത്ര സ്വത്തുക്കളും പണവും സ്വർണവുമെല്ലാം അപഹരിക്കുകയാണ് ദേവസ്വം ബോർഡുകൾ ചെയ്യുന്നത്. ആണല്ലോ ചെയ്യുന്നത്. ആചാരങ്ങൾ ഓരോന്നായിട്ട് ഇല്ലാതാക്കി. ശബരിമലയിലേക്ക് പോണവർ ഇപ്പൊ തന്നെ ശരണം വിളിക്കും, പമ്പാസദ്യ, ശരണമയ്യപ്പ ഉണ്ടോ? ഇല്ല. അവിടെ വിരിവെച്ച് കിടക്കലുണ്ടോ? ഇല്ല, ഒന്നുമില്ല, ഒക്കെ ഇല്ലാണ്ടാക്കി. പിന്നെ ആകെ ഒരു ഗുണമുള്ളത് അറിവില്ലാ പൈതങ്ങളാണ് പൊന്നു ഭഗവാനെ എന്ന് വിളിക്കുന്നുണ്ട്. സത്യം, അത് മാത്രമേ ഒരു നല്ല വിളിയുള്ളൂ. ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യാമോ, ഏതൊക്കെ രീതിയിൽ ഹിന്ദു സമാജത്തെ വഞ്ചിക്കാമോ, അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയി കാട്ടിലെ അടക്കം കൊണ്ടുപോയി. ഇപ്പോ അയ്യപ്പസ്വാമി അവിടെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ ആര് കണ്ടു? അവിടുത്തെ പഞ്ചലോഹ വിഗ്രഹം അത് തന്നെയാണോ, അല്ല അത് എങ്ങോ എത്തിയോ? ആർക്കറിയാം? നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, കാട്ടുകള്ളന്മാരൊന്നും. കാട്ടിൽ കള്ളന്മാർ ഒത്തുകൂടുമ്പോൾ അത് കാട്ടുകള്ളന്മാരാണല്ലോ. ശബരിമല കാടാണല്ലോ. അതുകൊണ്ട് കാട്ടുകള്ളന്മാരുടെ ഒരു കൂട്ടായി ശബരിമല പോലുള്ള സങ്കേതങ്ങൾ മാറുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയുന്ന വാർത്തകളൊക്കെ ഒരു ഐസ്ബർഗിൻ്റെ അറ്റം പോലെ മാത്രമാണ്. ചെറിയൊരു ടിപ്പ് മാത്രം. ഓരോ ക്ഷേത്രത്തിൻ്റെയും കണക്കുകൾ വരുമ്പോഴാണ് മനസ്സിലാവുക എന്തെല്ലാം കൊള്ളകളാണ് വർഷങ്ങളായി നടന്നിട്ടുള്ളത്. അതിന് ഇന്നത്തെ ഒരു സംവിധാനത്തിൽ സമഗ്രമായ അന്വേഷണം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പൊ അന്വേഷണം നടക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ശക്തമായ ഇടപെടലും നിരന്തരമായ നിരീക്ഷണവും ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിയോഗിക്കപ്പെട്ടതും മറ്റും. അതിന് അത്രയും ജാഗ്രതയുള്ളൊരു സമാജം ഉയർന്നു വന്നാൽ മാത്രമേ
ഓരോ ക്ഷേത്രത്തെ സംബന്ധിച്ച് നടക്കുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ശബരിമല തുടങ്ങിയ വലിയ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിൽ മാത്രം അന്വേഷണം ഒതുങ്ങും. പോരാ. ഈ ദേവസ്വം എന്നുള്ള കോൺസെപ്റ്റ് എടുത്തു മാറ്റാൻ കഴിയണം. അതിനെന്താ വേണ്ടത്? അതിനിവിടുത്തെ സമാജത്തിന് ആദ്യം നട്ടെല്ലുണ്ടാവണം. വേറൊരു വഴിയില്ല. ക്രിസ്ത്യാനിയുടെ ക്ഷേത്രം പള്ളി ക്രിസ്ത്യാനി നടത്തുമ്പോൾ, മുസ്ലിമിൻ്റെ ആരാധനാലയം മുസ്ലിം നടത്തുമ്പോൾ, ഹിന്ദുവിൻ്റെത് ഹിന്ദു നടത്തണം എന്നുള്ള സാമാന്യമായ നീതിബോധം സമാജത്തിൽ വളരണം. ആ ഇച്ഛാശക്തി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഈ ദേവസ്വം ഭരണം എന്നുള്ളത് ഇല്ലാതാക്കിക്കണം. ഏതായാലും എല്ലാവരും അതിലൊരു മനസ്സാവുക. ഏറെ താമസിയാതെ അത് സാക്ഷാത്കരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം ഭാരതത്തിൽ വിവിധങ്ങളായ പരിഷ്കരണങ്ങൾ സമീപ കാലഘട്ടങ്ങളിൽ വന്നതിൽ കൂട്ടായ സന്യാസിമാരുടെ സങ്കല്പത്തിനും നിർദ്ദേശത്തിനും വലിയ സ്ഥാനവും പങ്കുമുണ്ട്. നിങ്ങൾ അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം. ഇപ്പൊ ഭാരതത്തിന്റെ ഇപ്പോഴുള്ള ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിലുള്ള കുതിച്ച് കയറ്റത്തിന് പിന്നിൽ തന്നെ സന്യാസിമാരുടെ സങ്കല്പങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. 2013 പ്രയാഗ്രാജിൽ നടന്ന കുംഭമേളയിൽ 2013 അന്ന് ഒട്ടനവധി സാമ്പത്തിക തിരിമറികളുടെ കോടിക്കണക്കിന് 2G സ്പെക്ട്രം അടക്കമുള്ള അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി ക്ലേശിക്കുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയായിരുന്നു. അണ്ണാ ഹസാരെയുടെയും മറ്റു നേതൃത്വത്തിലുള്ള ഉപവാസവും മറ്റും ഓർമ്മിക്കുക. ആ സാഹചര്യത്തിൽ സന്യാസിമാര് ആ കുംഭമേളയിൽ വെച്ച് ഐകകണ്ഠ്യേന 10,000 സന്യാസിമാർ ഒത്തൊരുമിച്ച് പറഞ്ഞു, എല്ലാ മണ്ഡലേശ്വരന്മാരും ചേർന്നിട്ട് ഇതിൽ മാറ്റം വന്നേ മതിയാവും, ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കും. ഗുജറാത്ത് മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാക്കണം എന്ന്. 2013 കുംഭമേളയിൽ 14 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നത്. എങ്കിൽ അതേ സന്യാസിമാരുടെ ദേശീയ യോഗം ഈ 9-10 തീയതികളിൽ ദില്ലിയിൽ പല അജണ്ടകളുണ്ട്. 9-10 തീയതികളിലാണ്. അതിലൊന്നാമത്തെ അജണ്ട ക്ഷേത്രങ്ങളെ സർക്കാർ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് സമാജത്തിന്റെ മൊത്തം ഇച്ഛാശക്തി വന്നാൽ തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഇത് സെൻട്രൽ ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തേണ്ടതാണ്. ചില ദേവസ്വം രൂപീകരണങ്ങളിൽ രാജാക്കന്മാരും ഗവൺമെന്റുമായിട്ടുള്ള കവനന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് സുപ്രീം കോടതിയുടെ ചില ഇന്റർവെൻഷനുകൾ ആവശ്യമായി വരും. അതൊട്ടും പ്രയാസം ഉണ്ടാവില്ല, അതും നടക്കും. ഏതായാലും നമ്മൾ ശുഭമായി സങ്കല്പിക്കുന്നു. എന്നിട്ടും ക്ഷേത്ര വരുമാനം ദിനംപ്രതി വർദ്ധിക്കുന്നത് നേരെയാക്കാൻ എന്താണൊരു വഴി? ഇത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരു ക്ഷേത്രത്തിലും പോയി പൈസ കിട്ടുന്നില്ല. ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ നാട്ടിൽ കമ്മിറ്റിക്കാർ നടത്തുന്ന ക്ഷേത്രങ്ങൾ, നാട്ടുകാർ നടത്തുന്ന ക്ഷേത്രങ്ങൾ, നാട്ടിൽ ട്രസ്റ്റുകൾ നടത്തുന്ന ക്ഷേത്രങ്ങൾ, ഭക്തജന കമ്മിറ്റി നടത്തുന്ന ക്ഷേത്രങ്ങൾ, അവിടെ പോയി പൈസ ഇടൂ. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, ഭഗവാനെ നീ ദേവസ്വം ബോർഡിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക. ഭണ്ഡാരത്തിൽ ശബരിമല പോകുന്നവർ എഴുതിയിടുക. അപ്പോൾ കുറേ പേര് കൂടെ ശബരിമല പോകുന്നവരുണ്ട്. ഒരു കഷ്ണം കടലാസിൽ സ്വാമിയെ ശരണയ്യപ്പ അത് ഭണ്ഡാരത്തിലുണ്ട്. പൈസ ഇട്ടേക്കരുത്. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഓം നമോ നാരായണായ ഒരു കടലാസിൽ എഴുതിയിട്ട് ഭണ്ഡാരത്തിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്ത് രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണം. ദേവസ്വം അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്തിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ട് കൊല്ലങ്ങളായി. എത്ര കൊല്ലമായി എന്ന് വിവരാവകാശം അനുസരിച്ച് ചോദിച്ചു നോക്കുക, അപ്പോൾ വിവരം അറിയും. അത്ര കൊല്ലങ്ങളായി ഓഡിറ്റിംഗ് നടന്നിട്ട് പിന്നെ വീണ്ടും കൊണ്ടുവിടണം. എന്തിനാ പണം? ഇത് ഭഗവാനാണ് എടുക്കുന്നത്, ഈശ്വരനാ, അല്ല ദേവസ്വം ബോർഡോ?
ഭഗവാൻ നിങ്ങളുടെ പണമൊന്നും ആവശ്യമില്ല. നടത്തിപ്പിനാണ് പണം. നടത്തിപ്പ് ശരിയായ ദിശയിലല്ലെങ്കിൽ പിന്നെ ഇതിനതിന് കൊടുക്കണത്? ചിന്തിക്കുക. ഇവിടുത്തെ സമാജം ഒരു തീരുമാനം എടുത്താൽ മതി. പക്ഷെ ഇവിടുത്തെ സമാജത്തിന്റെ ചിന്ത എന്താ? അയ്യോ, ഈ മഹാഭാവി ചിദാനന്ദ ഗുരുസ്വാമിയുടെ പ്രഭാഷണം കേട്ടതിന് പരിഹാരമായിട്ട് ഭഗവാനേ ഒരു ഉറുപ്പിയും കൂടി അധികം ഇടാം. അവിടെ എത്തിയിട്ടുള്ളൂ നമ്മള്. ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ പറ്റാവുന്ന രീതിയിലൊക്കെ ഉപദ്രവിക്കുകയും ക്ഷേത്ര സ്വത്തുക്കളും പണവും സ്വർണവും എല്ലാം അപഹരിക്കുകയുമാണ് ദേവസ്വം ബോർഡുകൾ ചെയ്യുന്നത്. അതേ ചോദ്യമാണ്. എന്നിട്ടും ക്ഷേത്ര വരുമാനം ദിനംപ്രതി വർദ്ധിക്കുന്നു. നേരെയാക്കാൻ എന്താണ് ഒരു വഴി? ഇടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് വഴിയുള്ളൂ, വേറൊന്നുമില്ല. ഈ ഒരു സങ്കല്പത്തിന് ദേവസ്വം ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള ദേവസ്വം സംവിധാനം വിരുദ്ധമാണ് എല്ലാ ചിന്തകൾക്കും എന്ന് മനസ്സിലാക്കുക. എല്ലാ ചിന്തകൾക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സർക്കാർ ക്ഷേത്രത്തിൽ ഇടപെടുന്ന രീതി ആരംഭിച്ചത്? എന്നാണ് ആരംഭിച്ചത്? എന്നാണ്? 1811. 1810 തിരുവിതാംകൂറിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈനികമായി സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ആ സൈനിക സഹായത്തിന് പകരമായിട്ട് അക്കാലത്തെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അവരാവശ്യപ്പെട്ടു. 7 ലക്ഷത്തെ ജില്ലന മറ്റു രൂപയാണ് അക്കാലത്തെ. 1910 7 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണ്? പണമില്ല. അപ്പോഴാണ് കേണൽ മൺറോ ഉപദേശം കൊടുക്കുന്നത്, വരുമാനമുള്ള ക്ഷേത്രങ്ങളെ പിടിച്ചടക്കിയാൽ മതി. 1911 കേണൽ മൺറോ തിരുവിതാംകൂറിന്റെ റീജന്റ് ദിവാനായി. ആദ്യം ചെയ്ത പരിഷ്കരണമാണ് വരുമാനമുള്ള ക്ഷേത്രങ്ങളെ നിയന്ത്രണത്തിലാക്കിയത്. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടൻ നേരിട്ട് ഭരണം ഏറ്റെടുത്തു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് നേരിട്ട് ബ്രിട്ടൻ ഭരണം ഏറ്റെടുത്തു. ഇത് ലാഭകരമായൊരു പദ്ധതിയാണെന്ന് അറിഞ്ഞ ബ്രിട്ടൻ ആദ്യമായിട്ട് മദ്രാസ് പ്രോവിൻസിന്റെ ഭാഗമാണല്ലോ മലബാർ സ്റ്റേറ്റ് ഒക്കെ, ഓർമ്മിക്കുക. മലബാർ ഡിസ്ട്രിക്ട്, മലബാർ സ്റ്റേറ്റ് അല്ല, മലബാർ ഡിസ്ട്രിക്ട്. അപ്പോൾ മദ്രാസ് പ്രോവിൻസിലാണ് ആദ്യമായിട്ട് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പാസ്സാക്കിയത്. എല്ലാ മതസ്ഥാപനങ്ങളും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ആക്ട് ആയിരുന്നു അത്. ഇവിടുത്തെ മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്തു. ഒറ്റക്കെട്ടായിട്ട്. ഹിന്ദു കാ മാ മിണ്ടിയില്ല. എന്ത് സംഭവിച്ചു? റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പിൻവലിച്ചു. തൽസ്ഥാനത്ത് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് പാസ്സാക്കി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഭരണത്തിൽ ക്ഷേത്രമാവുന്നത്. വലിയ വരുമാനമുള്ള പദ്ധതിയായി കണ്ടപ്പോൾ കൽക്കട്ടയിൽ രണ്ടാമത്തേത് തുടങ്ങി, മൂന്നാമത്തേത് മുംബൈ പ്രോവിൻസ് തുടങ്ങി, നാലാമത് സെൻട്രൽ പ്രോവിൻസ് തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയും ക്ഷേത്രഭരണം സർക്കാരിന്റെ അധീനത്തിലായി. പിന്നീട് ഭരണ നിർവഹണത്തിന് വേണ്ടി നേരിട്ട് ഗവൺമെന്റ് ഭരിക്കുന്നതിലുള്ള വിഷമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിയമത്തിൽ ഭേദഗതി വരുത്തി ബോർഡുകൾ രൂപപ്പെടുത്തി. ആ ബോർഡുകളൊക്കെ HRNC ബോർഡുകളായിരുന്നു. HRNC ബോർഡുകൾ ആരംഭിച്ചു. പിന്നീട് HRNC ബോർഡിൽ 1920കളിൽ സമഗ്രമായ മാറ്റം വരുത്തി. പുതുതായി ക്ഷേത്രങ്ങളെ പിടിച്ചടക്കാനുള്ള എല്ലാ വകുപ്പുകളും ചേർത്തുകൊണ്ട് ഉണ്ടാക്കി. 1947 ഭാരതം വിഭജിക്കപ്പെട്ടു. ഓഗസ്റ്റ് 14 മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും രൂപപ്പെട്ടു. ബാക്കി സ്ഥാനങ്ങളെല്ലാം ചേർന്ന് ബ്രിട്ടീഷ് ഇന്ത്യ പ്ലസ് 600 ജില്ലാ നാട്ടുരാജ്യങ്ങൾ. ഈ നാട്ടുരാജ്യങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടന്റെ അധീശത്വത്തെ കപ്പം കൊടുത്ത് അംഗീകരിച്ചവരായിരുന്നു. റീജൻസി ആയിരുന്നു അധികവും. അധികാരിമാര് മാറിയിരുന്നു.
കസേരയിൽ വെള്ളക്കാർ പോയി, പകരം വേറെ വെള്ളക്കാരിരുന്നു. അത്രയാണ്. തുടർന്നു. വർഷങ്ങൾ കഴിഞ്ഞു. 1949 നവംബർ 26 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചു. ജനുവരി 26 റിപ്പബ്ലിക്കായി, യൂണിയനായി. പ്രത്യേകം ശ്രദ്ധിക്കുക, യൂണിയനായത് പല കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നത് പോലെ ഫെഡറൽ അല്ല. ഭാരതത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഘോരഘോരം പ്രസംഗിക്കുന്നത് കേൾക്കാം, പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ സമയത്ത്. ഒന്ന് ചോദിക്കുക, എവിടെയാണ് ഭാരതത്തിന്റെ ഫെഡറൽ സംവിധാനമുള്ളതെന്ന് കാണിച്ചു കോൺസ്റ്റിറ്റ്യൂഷനിൽ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിടത്ത് പോലും ഫെഡറൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് യൂണിയനാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആണ് ഫെഡറൽ സംവിധാനമുള്ളത്. ഫെഡറൽ സംവിധാനമുള്ളത് അമേരിക്കയിലാണ്, USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവിടെയൊക്കെ ഫെഡറലാണ്. അവിടെ ഓരോ രാജ്യത്തിൻ്റെ രാജാവുണ്ട്. എവിടെ? UAE. അതിന് മൊത്തം പട്ടാളം, ഒരു പ്രസിഡൻറ്റും, അത്രയേ ഉള്ളൂ. പക്ഷെ രാജാവ് പ്രത്യേകമാണ്. നമുക്കിവിടെ രാജാവില്ല. ചിന്തിക്കുക, ഫെഡറൽ അല്ല, ഇത് യൂണിയനാണ്. എന്നാലെങ്കിലും ഒരു മതവിഭാഗത്തിനോട് മാത്രമുള്ള ഈ അനീതി നിർത്തണ്ടേ? പോട്ടെ, സാരമില്ല. കാലം വീണ്ടും മുന്നോട്ട് പോയി. ഇവിടെ ഒരു പ്രതിപക്ഷമില്ലാത്ത സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെയും ഹൗസ് അറസ്റ്റിലായിരുന്ന സമയത്ത്, പ്രതിപക്ഷമില്ല, പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഹൗസ് അറസ്റ്റിലാണ്. ആ സമയത്ത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യ അഥവാ ഭാരതം സെക്കുലറായി. ശ്രദ്ധിക്കണം, അംബേദ്കറെ പോലെ ഇത്ര വലിയ നിയമവിദഗ്ധർ, അംബേദ്കറെ പോലെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പട്ടേൽ തുടങ്ങിയ പ്രഗത്ഭന്മാരടങ്ങുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ സുദീർഘമായി ചർച്ച ചെയ്തുണ്ടാക്കിയ നമ്മുടെ ഭരണഘടനയിൽ സെക്കുലർ എന്നൊരു വാക്ക് അവരെഴുതിയിട്ടില്ല. മറിച്ച് ഇവിടെ ഒരു ഓപ്പോസിഷൻ ഇല്ലാത്ത സമയത്ത്, പ്രതിപക്ഷമില്ലാത്ത സമയത്ത്, പ്രതിപക്ഷ നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ജനസംഘമായാലും ജനതാ പാർട്ടി ആയാലും എല്ലാ ദ്രാവിഡ മുന്നേറ്റ കഴകമായാലും എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ജയിലിലായിരുന്ന സമയത്ത്, ആ സമയത്താണ് സെക്കുലർ എന്നുള്ളൊരു വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ തിരികെ കയറ്റിയത്. ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത്. ശരി, സെക്കുലർ ആയല്ലോ, ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മതസ്ഥാപനം സർക്കാർ നിയന്ത്രണത്തിൽ പറ്റുമോ? പക്ഷേ ഇന്നും അതേ അനീതി തുടരുന്നു. ഈ അനീതി ഇല്ലാതാക്കണം. ഇത് ഡെമോക്രസിയുടെ അടിസ്ഥാന സങ്കല്പങ്ങൾക്കും മൂല്യങ്ങൾക്കും എതിരാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. ഡെമോക്രസിയുടെ അടിസ്ഥാന തത്വം ഏത് തലത്തിലുള്ള ഭരണമായാലും തുല്യ ജനപ്രാതിനിധ്യം എന്നുള്ളതാണ് ഡെമോക്രസിയുടെ ഒരു പ്രധാന തത്വമാണ്. ഇപ്പോൾ കണ്ണൂർ നിങ്ങൾ ഒരു കോർപ്പറേഷൻ ആണെങ്കിൽ ആ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള എല്ലാവർക്കും വോട്ടവകാശം ഉള്ളവർക്കൊക്കെ അവിടെ പ്രാതിനിധ്യമുണ്ട്, ചെയ്താലും ചെയ്തില്ലെങ്കിലും. അല്ലെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം ഭരണത്തിൽ 140 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആണെങ്കിൽ ആ 140ലും വോട്ടവകാശമുള്ളവർക്ക് തുല്യമായി വോട്ട് ചെയ്യാനും അപ്പം ജനപ്രാതിനിധ്യം അവിടെയുണ്ട്. എന്നാൽ ദേവസ്വത്തെ സംബന്ധിച്ച് സ്റ്റേറ്റിലുള്ള ഹിന്ദു MLA-മാരാണ് ദേവസ്വം ബോർഡിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത്. ഇത്രയും വ്യക്തമാണല്ലോ. ആണ്. ഇപ്പൊ മലപ്പുറം ജില്ലയുടെ വിഷയം എടുക്കുക. മലപ്പുറം ജില്ലയിൽ എത്ര ഹിന്ദു MLA-മാരുണ്ട്? 2.
അടുത്ത തെരഞ്ഞെടുപ്പിൽ എത്ര ഉണ്ടാവും അറിയില്ല, നമുക്ക് പറയാൻ വയ്യ. ഇപ്പം 2 ഉള്ളൂ. അപ്പോൾ 11 മറ്റോ MLA-മാരുള്ള ജില്ലയിൽ 11 12 എന്നറിയില്ല, 2 ഉള്ളൂ ഹിന്ദു. അപ്പോൾ അവിടെ ജനപ്രാതിനിധ്യം വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതേ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് മറ്റു ജില്ലകളുടെ സ്ഥിതി? കാരണം ഇവിടുത്തെ ഹിന്ദു വീടുകളിൽ മാക്സിമം 1 കുട്ടിയാണ്, പോട്ടെ ഏറ്റവും കൂടിയ 2 കുട്ടിയാണ്. ഈ 2 കുട്ടികൾ അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലൊക്കെ പോയി കഴിഞ്ഞ് യൂറോപ്പിലോ പോയി കഴിഞ്ഞാൽ അവിടെ സെറ്റിൽ ചെയ്യാണ്. കാരണം ഭാരതത്തിലേക്ക് വരാൻ ഇഷ്ടമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആകെ 2 കുട്ടികളേ ഉള്ളൂ, ഉള്ളത് തന്നെ എവിടെയും പോയി, ഇവിടെ ഇല്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ നാളത്തെ ആ വോട്ടേഴ്സ് റേഷ്യോ? അത്യപകടകരമായ ഭാവിയാണ് മുന്നിൽ നിൽക്കുന്നത്. ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ജാഗ്രതയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് വോട്ടവകാശം വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ അപകടകരമാണ്. ആർക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ CPM-ന് ചെയ്യണം, നിങ്ങൾ CPI-ക്ക് ചെയ്യണം, നിങ്ങൾ BJP-ക്ക് ചെയ്യണം, നിങ്ങൾ കോൺഗ്രസിന് ചെയ്യണം, ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഹിന്ദുവെ അപമാനിക്കുന്ന വഞ്ചിക്കുന്നവർക്ക് എൻ്റെ വോട്ടില്ല എന്ന് പറയാൻ സാധിക്കണം. സാധിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ നാളെ നമുക്ക് അസ്തിത്വം ഇല്ല. ഗൃഹസ്ഥൻ പാലിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങൾ ഏതൊക്കെ? അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണ്? ഭഗവാനെ, പഞ്ചമഹായജ്ഞങ്ങൾ ഇപ്പം തന്നെ 8:34 ഒട്ടും ദീർഘിപ്പിക്കാൻ വയ്യ. എങ്കിലും ചുരുക്കി പറയാം, അവനവൻ്റെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെയും അവരുടെ അച്ഛനമ്മമാരെയും സ്നേഹിക്കുക, പോരാ ശുശ്രൂഷിക്കുക, മതി. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ അവരുടെ അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുക. മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധക്രിയകൾ ചെയ്യുക. ആവാലോ? ഇത് ചെയ്താൽ മാത്രം പോരാ, അടുത്ത തലമുറ കാണുകയും കൂടി വേണം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. അതാണ് പിതൃയജ്ഞം. ദിവസവും അല്പമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക, അതിലടങ്ങിയ ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഒന്നുകൂടി പറയാം, ദിവസവും അല്പമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക. 24 മണിക്കൂറില്ലേ ഒരു ദിവസത്തിന്? ഒരു 24 മിനിറ്റെങ്കിലും ഇതിന് നീക്കി വെച്ചൂടെ? ഏതെങ്കിലും ധർമ്മശാസ്ത്രം പഠിക്കുക, അതിലടങ്ങിയ ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുക. അതാണ് ബ്രഹ്മയജ്ഞം. ദിവസവും അല്പമെങ്കിലും അഗ്നിഹോത്രം ചെയ്യുക, ക്ഷേത്രോപാസന ചെയ്യുക, മന്ത്രജപം ചെയ്യുക, നാമജപം ചെയ്യുക, നമുക്ക് സാധിക്കുന്ന സേവാ പ്രവർത്തനം ഈ സമൂഹത്തിൽ ചെയ്യുക. ദൈവയജ്ഞം. 3, നമ്മളെ വീട്ടിൽ വരുന്ന അതിഥികളെ സ്നേഹിക്കുക, സേവിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അടുത്ത് ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കി ഉള്ളത് സ്നേഹപൂർവ്വം പങ്കുവയ്ക്കുക. മനുഷ്യയജ്ഞം. നമ്മളെ വീടിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ സ്നേഹിക്കുക, നമുക്ക് സാധിക്കുന്നത് കൊടുക്കുക. ഭൂതയജ്ഞം. ഇതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. ഇതിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളത് ഇത്രയും കേട്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ സമാജത്തെ നിലനിർത്തുന്നത് ഈ കൊടുക്കൽ വാങ്ങലും യജ്ഞവുമാണ്. ഇത് ശ്രദ്ധിക്കുക. ലളിതാ സഹസ്രനാമങ്ങൾ നിത്യവും പാരായണം ചെയ്യുന്ന വ്യക്തികൾക്കും ഗൃഹങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് മുതൽ 180 ദിവസം മുടങ്ങാതെ ദിവസവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. ഇന്ന് മുതൽ. പോട്ടെ, രാത്രിയായി സ്വാമി, എന്നാ നാളെ മുതൽ. നാളെ നീണ്ടു പോകരുത്. നാളെ എന്ന് പറഞ്ഞാൽ നാളെ. അതായത് ഇതിപ്പോ ഏതാ ഡേറ്റ്? 5 ഡിസംബർ 6 അല്ലേ? ഡിസംബർ 6 നാളെ. ഡിസംബർ 6 പറ്റിയ. അപ്പൊ ഡിസംബർ 6 മുതൽ, അതായത് നാളെ എന്നുള്ള അർത്ഥത്തിലാണേ പറഞ്ഞത്, വേറൊരു അർത്ഥത്തിലല്ലേ?
ലളിതാ സഹസ്രനാമം ദിവസവും പാരായണം ചെയ്യുക, മുടക്കരുത്. കഴിയും ചാ വീട്ടിലെല്ലാ അംഗങ്ങളും ഒത്തിരിക്കുക. എല്ലാവർക്കും വായിക്കാൻ അറിയില്ലേ? വായിക്കാൻ അറിയുന്നവർ വായിക്കുക, ബാക്കിയുള്ളവർ കേൾക്കുക. 180 ദിവസം മുടക്കരുത്. എന്നിട്ട് എന്തെങ്കിലും മാറ്റം നമ്മുടെ കുടുംബത്തിലും വ്യക്തിയിലും സാമ്പത്തിക സ്ഥിതിയിലും വീട്ടിലെ ശാന്തിയിലും സമാധാനത്തിലും വൈയക്തിക ബന്ധങ്ങളിലും ഉണ്ടോ എന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് ചിദാനന്ദപുരി സ്വാമിക്ക് ഒന്ന് അറിയിക്കുക. അല്ലാണ്ട് അങ്ങോട്ട് പറഞ്ഞു തരാൻ പോണില്ല. കാരണം നീ തൊട്ടാ പൊള്ളുമില്ല, ഇവിടെ തൊട്ട് നോക്കടേ, അല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റുമോ? പഞ്ചസാര നാവിൽ വെച്ചാൽ മധുരം ഉണ്ടാവോ ഇല്ലയോ എനിക്കറിയില്ല. നീ നാവിൽ വെച്ച് നോക്ക്, ചെയ്ത് മാൻ തന്നെ നോക്ക്. ഇന്ന് മുതൽ ചെയ്യൂ, അല്ലെങ്കിൽ നാളെ മുതൽ ചെയ്യൂ. 180 ദിവസം മിനിമം, അതിൽ കുറയരുത്. എന്നിട്ട് ഒരു മാറ്റവും ഇല്ലേ, മേലിൽ നിങ്ങൾ ചെയ്യണ്ട. ചലഞ്ചാണ് ഇന്നിപ്പോ എല്ലാം ചലഞ്ചാണല്ലോ അല്ലേ? ഇഡലി തീറ്റ ചലഞ്ച്, അങ്ങനെയൊക്കെയല്ലേ ഓരോന്നും ചലഞ്ചിന്റെ കാലാപ്പാണ്. അതുപോലെ ഇതൊരു ചലഞ്ചാണ്. ഇത് ആയിരക്കണക്കിന് പേരെ ഏറ്റെടുത്തിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോണ സമയത്ത് പലരും നമ്മളോട് പറയുന്നു, സ്വാമി പറഞ്ഞില്ലേ 180 ദിവസം നാമം ജപിക്കാൻ, ഞാനത് ഏറ്റെടുത്തു. എന്നിട്ട് സ്വാമി വീട്ടിൽ ശാന്തി സമാധാനമാണ്, എൻ്റെ ജീവിതം സമാധാനപൂർണ്ണമായി. 100 കണക്കിന് പേരാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു സുഖം. കഴിഞ്ഞ ദിവസം നമ്മൾ തിരക്കിട്ട് ഓടുക അവസരം, ഒരു അമ്മ വന്ന് പിടിച്ചാണ് കഴിച്ചു. ഞാൻ വെച്ചത് നമ്മൾ തിരക്കുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ശരി, ഞാൻ പറഞ്ഞ കേൾക്കണം. സ്വാമി ആ ഒരു നാമജപ ചലഞ്ച് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു. എന്നിട്ടോ എന്താണ്ടായത്? ഞാൻ തുടങ്ങി സ്വാമി, എന്നിട്ട് എന്തായി? സ്വാമി ഞാൻ 5 മാസം കഴിഞ്ഞു, 6 മാസം ആയിട്ടില്ല, 180 ദിവസം ആയിട്ടില്ല. പിന്നെ എന്തിനപ്പം എന്നോട് പറയണത്? അല്ല സ്വാമി ഇപ്പൊ തന്നെ വലിയ മാറ്റാണ് വീട്ടിൽ കൂടെ ഉള്ള ആള് മദ്യപിച്ച് ലഹള കൂടുമായിരുന്നു, എന്നിട്ട് അത് നിർത്തി. ഇപ്പൊ ശാന്തിയുള്ളൊരു അന്തരീക്ഷമാണ് വീട്ടിലുള്ളത്. ശരി, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് പറഞ്ഞാൽ മതി എന്നുള്ളത്. 180 ദിവസം ആവട്ടെ, ചെയ്യുക, വേറെ വഴിയില്ല. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർ നിർബന്ധമായും പാലിക്കേണ്ട ആചരണങ്ങൾ എന്തൊക്കെയാണ്? വ്രതശുദ്ധി പാലിക്കുക. നിങ്ങളുടെ ഈ പ്രദേശത്തെ ഗുരുസ്വാമിയോട് ചോദിച്ചിട്ട് അതുപോലെ ചെയ്തോളൂ. ഇതിന് സമയം വൈകിക്കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഈ പറഞ്ഞത് ഒന്ന് ഉറപ്പിക്കുക, ഭണ്ഡാരത്തിൽ ഇടരുത് പൈസ. അതുകൊണ്ട് കദളിപ്പഴം സ്വാമിക്ക്, നെയ്യഭിഷേകം സ്വാമിക്ക് പറയാലാണ്ട് അവിടെ ഇല്ല. പിന്നെ വെറ്റിലടയ്ക്ക സ്വാമിക്ക്, കർപ്പൂര ദീപം സ്വാമിക്ക്, കാണിപ്പണവും തെറ്റി, ബാക്കിയൊക്കെ സ്വാമിക്ക്. കാണിപ്പണം നാട്ടിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ, മുജ്ജന്മങ്ങളിലെ കർമ്മദോഷങ്ങളും ഈ ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള കർമ്മദോഷങ്ങളും ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകൾക്ക് പരിമിതമായിട്ടുള്ള സാധനാക്രമങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നല്ലപോലെ ജപം ചെയ്യുക, നല്ലപോലെ മന്ത്രോപാസനകൾ ചെയ്യുക, ആവുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക. വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുക, രോഗിക്ക് ഔഷധം കൊടുക്കുക. നമ്മുടെ സഹോദരങ്ങൾ ധാരാളം കഷ്ടപ്പാടുമായിട്ട് ചുറ്റുപാട് കാണുമ്പോൾ നമ്മളാൽ കഴിയുന്ന സേവ ചെയ്യുക. ഒന്ന്, ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം അനുഭവിക്കുന്നവരുടെ അടുത്ത് പോവുക, 2 വർത്താനം പറയുക, ഒന്ന് പുറം തൊട്ട് തലോടുക, നല്ല വാക്കുകൾ പറയുക, ഒന്ന് ചിരിച്ചൂടെ? ആ ചത്തുപോയി വെണ്ണീറാവണ സാധനമല്ലേ, പിന്നെ ഇങ്ങനെ എന്താ പറയുന്നത്, മസിലും പിടിച്ചിരിക്കണം എന്തിനാ? ഒന്ന് ചിരിച്ചൂടെ? ഇല്ലേ? ഒറ്റൊരു കാര്യം ചെയ്യൂ, ബാക്കിയൊക്കെ ഒന്നും നിങ്ങൾ ഇതുവരെ പറഞ്ഞ ഒന്നും അനുസരിച്ചില്ലെങ്കിൽ ഒന്ന് ചെയ്യൂ ദയവ് ചെയ്തിട്ട്. ഒരു മാസത്തിലൊരു ദിവസം നമ്മളെ ചുറ്റുപാട് 2-3 വീട്ടിലെങ്കിലും വെറുതെ ഒന്ന് കയറുക. എന്തൊക്കെയാ വർത്താനം? നിങ്ങൾ എന്താ വന്നത്? ഒന്നുമില്ല, പണ്ടൊക്കെ നമ്മൾ അങ്ങനെയല്ലേ, വീടുകളിൽ പോയി ലോഹ്യം പുതുക്കാറുണ്ടല്ലേ, അതുപോലെ പറഞ്ഞ ചായ വേണം, വേണ്ടെങ്കിലും വേണമെന്ന് പറയുക. എന്നിട്ടൊന്ന് നമുക്ക് വാങ്ങി കുടിക്കുക, വരൂ കേട്ടോ എൻ്റെ വീട്ടിലേക്കും വരൂ എന്ന് പറയാം. ആ ഒരു സ്നേഹബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കുക. എത്ര മാറ്റം വരുന്നറിയാം നമ്മുടെ സമൂഹത്തിൽ. ഇതിപ്പോ ഓരോരുത്തർക്കും പൊങ്ങച്ചാണേ, മുണ്ടില്ല. ട്രെയിനിലൊക്കെ ഈ കൂട്ടത്തിൽ നോക്കും, ഒരു 10-30 കൊല്ലം ഇവിടുന്ന് മുമ്പ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ ട്രെയിനിൽ യാത്ര ചെയ്തവരെന്ന് പറയൂ, ഒരു 5 കൂട്ടുകാരെങ്കിലും ഉണ്ടാവില്ലേ കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക്? ഇപ്പോഴോ മുണ്ടൂല, അങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ മൊബൈൽ ഫോൺ ആക്കിക്കൊണ്ടിരിക്കുക.
വേണ്ടാത്ത എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കും. അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് വർത്താനം പറഞ്ഞൂടെ? എന്താ കുഴപ്പം? ഇതിനേക്കാൾ കഷ്ടമാണ് വിമാനത്തിൽ മുണ്ടുള്ള. ഞാൻ ഒരാളെയും വിടാറില്ല, രണ്ടു ഭാഗത്തുള്ളവര് മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ ഞാൻ വർത്താനം പറയും. ആ എന്തൊക്കെയാ വർത്താനം, എവിടെയാ വീട്, എന്തൊക്കെയാ, എന്തിനാ പോണത്, എവിടെയാ, എന്താ അല്ല. ആ സ്വാമി ഒരു സമാധാനം കുറച്ചു നേരം സംസാരിച്ചപ്പോ ഇത് മനസ്സിലായില്ലേ, ഇനി നിങ്ങളിത് തുടരണം കേട്ടോ. തമാശ പറയല്ല, ഇത് വെറുതെ അടക്കി വെച്ചിരിക്കുക. നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ എന്ത് സുഖമുണ്ട്. ഇത് ആരോടും മിണ്ടാത്തൊരവസ്ഥയാ. ഇവിടെ രാമായണത്തില് ശ്രീരാമചന്ദ്രനെ പല പ്രാവശ്യം വാൽമീകി ചെയ്തൊരു വിശേഷണമുണ്ട്. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 10 പ്രാവശ്യം അല്ല. പൂർവാഭിഭാഷി. രാമന്റെ പര്യായങ്ങളിൽ വാൽമീകി ഏറ്റവും ഉപയോഗിച്ച ഒന്നാണ് പൂർവാഭിഭാഷി. ഏത് സദസ്സിൽ ചെന്നാലും ആദ്യം വർത്താനം പറയുന്ന ആൾ. ആ എന്തൊക്കെയാ വർത്താനം, എന്താ നഷ്ടപ്പെടാനാ നമുക്ക്? അവരെന്നോട് പറയട്ടെ, എന്നിട്ട് പറയാം. എന്റെ പേരവൻ ചോദിച്ചാൽ ഞാൻ അവന്റെ പേര്. എന്തിനാ ആവശ്യം? എന്തിനാണിത് ഈഗോ? ഒന്ന് തുറന്ന് സംസാരിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞു, ഒന്ന് കെട്ടിപ്പിടിച്ച് എന്തൊരു സുഖമുണ്ടില്ലേ? എന്തൊക്കെ അലിഞ്ഞു പോകുന്നറിയോ? ചിലർക്കൊക്കെ നമ്മളുടെ വലിയ ദേഷ്യമായിരിക്കും. ശിവാനന്ദപുരി എന്നൊക്കെ പറഞ്ഞാലും ഒന്ന് ഒടുങ്ങി കിട്ടിയ വലിയ വർഗീയവാദി, ഭീകര വർഗീയവാദി, അത് ഇത്. ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു പ്രശ്നം. സ്വാമീനെ ഞങ്ങൾ ഇങ്ങനെ നല്ല കരുതി കേട്ടോ, നിങ്ങളുടെ അങ്ങനെ കരുതാൻ ആര് പറഞ്ഞു? എന്റെ അടുത്താവട്ടെ നിങ്ങളെടുത്തു. പൂർവാഭിഭാഷി ഇനി ശ്രമിക്കുക, എന്നാൽ തന്നെ ഒരുവിധം പാപങ്ങളൊക്കെ തീരും. ഇത് കുറെ ചോദ്യങ്ങളുണ്ടല്ലോ, എന്താ ഇപ്പൊ ചെയ്യാ? മാറ്റി വെക്കുക. ഇനി പ്രഭാഷണങ്ങളില്ലേ? ഇല്ല, ഉണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുക. എന്താ സമ്മതമല്ലേ? ആർക്കും വിരോധം തോന്നൂലല്ലോ. 1 മണിക്കൂറേ സംസാരിക്കൂ എന്നൊക്കെ വീരവാദം പറയണ്ടാ വന്നതേ. ഇപ്പൊ തന്നെ കുറെ ആയില്ലേ? എത്രയായി? 1.5 മണിക്കൂർ കഴിഞ്ഞില്ലേ? സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധിക്ക് അനേക പര്യായങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. ആത്മാന്നൊരർത്ഥമുണ്ട്. സമാധീയന്തേ ചിത്തവൃത്തയഃ യസ്മിൻ. യാതൊന്നിലാണോ സകല വൃത്തികളും സമീകരിക്കപ്പെടുന്നത്, ആ ആത്മസ്വരൂപത്തിന് പറയുന്ന പേരാണ് സമാധി. ഒരർത്ഥത്തിൽ. മറ്റൊരർത്ഥത്തിൽ ഏതവസ്ഥയിലാണോ നമ്മുടെ അങ്ങുമിങ്ങും ചിന്നിച്ചിതറി പോകുന്ന വൃത്തികളെല്ലാം നിയന്ത്രിക്കപ്പെട്ട് ഒരാശ്രയത്തിൽ കാറ്റില്ലാത്തതിടത്ത ദീപം പോലെ ഏകധാരയായി നിലകൊള്ളുന്നത്, ഏകാഗ്രതമമായ അവസ്ഥ. ധ്യാതൃധ്യാനേ പരിത്യജ്യ ക്രമാധ്യേയൈക ഗോചരം നിവാതദീപവചിത്തം സമാധിരഭിധീയതേ. ധ്യാതാവ്, ധ്യാനം തുടങ്ങിയ വ്യത്യാസങ്ങളൊക്കെ പോയി ഒരൊറ്റ തത്വത്തിൽ കാറ്റില്ലാത്തിടത്ത വിളക്ക് പോലെ അന്ധകരണം ഉറച്ചു നിൽക്കുന്ന അവസ്ഥ, അതിനാണ് സമാധി എന്ന് പറയുക. നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വികല്പങ്ങളും ഒടുങ്ങിയാലേ സമാധി ആവുള്ളൂ. അതാണോ ഇതാണോ, അവിടെയാണോ ഇവിടെയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, എല്ലാ വികല്പങ്ങളും ഒടുങ്ങിയത് നിർവികൽപ്പം. ഇവ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിന്റെ ആളല്ല എന്ന് പറയുന്നത് ശരിയാണോ? പറയുന്നവർക്ക് ശരിയാണ്, പറയുന്നവർക്ക് ശരിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ അനാദ്യ അനന്തമായ ആർഷ പരമ്പരയുടെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഋഷിശ്രേഷ്ഠനാണ്. പോയി ഗുരുദേവൻ ഹിന്ദു അല്ല എന്നൊക്കെയാ പന്ന് പറയണത്. ഗുരുദേവൻ മതം മാറാൻ നിന്ന അക്കാലത്ത് തെക്കൻ കേരളത്തിൽ മതം മാറാൻ നിന്ന ജാതിയുടെ ഉച്ചനീചത്വങ്ങളുടെ ക്ലേശം കൊണ്ട് മനുഷ്യനായി തീരാനെങ്കിലും വേണ്ടി മതം മാറാൻ നിന്നവരോട് പറഞ്ഞു, നിങ്ങൾ മതം മാറുന്നുണ്ടെങ്കിൽ ശുദ്ധമായ ഹിന്ദു മതത്തിലേക്ക് മതം മാറും. ഇതിൽ പരെന്താ വേണ്ട? ഗുരുദേവൻ 30-ലധികം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. ഒറ്റ പള്ളി അല്ല കേട്ടോ, 30-ലധികം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. എഴുതിയത് മുഴുവൻ വേദാന്ത ഗ്രന്ഥങ്ങളും വൈദിക ഗ്രന്ഥങ്ങളും ധാർമ്മിക ഗ്രന്ഥങ്ങളുമാണ്. ജീവിതകാലത്ത് ഗുരുദേവൻ ചെയ്ത പ്രസംഗങ്ങൾ മുഴുവൻ വൈദിക ശാസ്ത്ര സാരങ്ങളാണ്. ഇതൊക്കെ എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയുന്ന വിഷയങ്ങളാണ്. പിന്നെ കുറച്ചു പേര് വന്ന് ഗുരുദേവൻ സനാതനധർമ്മി അല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ എനിക്കും തോന്നണം കേട്ടോ, ഇന്ന് ഇവിടെ പോയിട്ട് മാർക്കം കൂടിയിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ടത് പറഞ്ഞാൽ മതി, വിവരമില്ലാത്ത ആളെ പോലെ പറഞ്ഞാൽ മതി.
അത് കണ്ടിട്ട് ഇവിടെ പെന്ത മറ്റേ മാമോദീസ് മുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാ. കഴിഞ്ഞു വെച്ചു, പ്രശ്നം കഴിഞ്ഞു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാന ഘടകം അല്ലെങ്കിൽ ഘടകം അല്ലേ, 3 ഘടകം, 3 പോട്ടെ. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാനം എന്താ ഓർമ്മിക്കണ്ടേ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. എന്താ ഓർമ്മിക്കണ്ടേ? മറവി വേണ്ടേ? മറവില്ലെങ്കിൽ ജീവിക്കാനാവില്ലെന്നേ. നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം മറവിയാണ്. മറവി ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊക്കെ 1 ദിവസം 2 ദിവസമൊന്നും കുഴപ്പമില്ല, 3-ാം ദിവസം ആകുമ്പോൾ വട്ടാവും. അതുകൊണ്ട് നമ്മളെ സിസ്റ്റത്തിൽ സ്വാഭാവികമായി ഡിലീറ്റ് ചെയ്യേണ്ടതിനെ ഡിലീറ്റ് ചെയ്യുന്ന മെക്കാനിസം ഉണ്ട്. അതിനങ്ങനെ ബിന്നിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും, റീസൈക്കിൾ ബിന്നിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. കുറച്ച് ദിവസം അവിടെ കിടന്ന് അവിടുന്ന് പെർമനന്റ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ബ്രെയിനിലുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ മക്തസ്മൃതിജ്ഞാനം അപോഹനം ച, ജ്ഞാനവും ഓർമ്മയും മറവിയും എന്നിൽ നിന്നാണ്. അപ്പൊ ഓർമ്മിക്കേണ്ടത് എന്താന്ന് ചോദിച്ചത് വെറുതെ അല്ല. ഏത് വിഷയമാണോ ഓർമ്മിക്കേണ്ടത് അതിനെ പ്രേമിക്കുക, അല്ലെങ്കിൽ വെറുക്കുക. രണ്ടായാലും ഓർമ്മയിലുണ്ടാവും. മനസ്സിലായല്ലോ? ഒരു കുട്ടി പറഞ്ഞു, സ്വാമി പഠിച്ചതൊന്നും ഓർമ്മയിലില്ല സ്വാമി, തീരെ മറവിയാണ്. ഞാൻ പറഞ്ഞു, കുട്ടപ്പ സാരല്ലേ എന്നേ, നീ അവസാനം കണ്ട സിനിമ ഏതാ? ഇന്ന സിനിമ കണ്ടു. അതില് ആരാ പ്രധാന നടനാരാ? അത് മോഹൻലാലാ സ്വാമി. നടി ആരാ? നടി എന്തോ ഒരു പേര് പറഞ്ഞു, എന്തോ പേരാണ്, പേര് മറന്നു. ഞാൻ മറന്നു, എനിക്കൊരു വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്, എനിക്ക് അതിനോട് വലിയ പ്രേമമില്ലാത്തതുകൊണ്ട് അത് മറന്നു. എന്താ ഇതിന്റെ കഥ? അസലായിട്ട് പറഞ്ഞു തന്നു. അത് ഇത്ര പാട്ടുണ്ട്, എന്തൊക്കെ ഉണ്ട് എല്ലാം പറഞ്ഞു. നിനക്കാ മറവി? എടാ, അന്ന് നീ കണ്ട സിനിമേന്റെ ഈ ഒരു ചെറിയ അംശം പോലും നീ ഓർമ്മിച്ചിട്ടുണ്ട്, പിന്നെ നീ മറവി എന്ന് പറഞ്ഞ കള്ളത്തരം പറയുക. ഇപ്പൊ പഠിക്കുന്നതിനോട് പ്രേമല്ല, അതിൽ പ്രേമം സിനിമയോട്, അത് ഓർമ്മിച്ചു. അത് മറവിയാണോ? അവിടെ എന്തിനെയാണോ നിങ്ങൾ ഓർമ്മിക്കണം എന്ന് വിചാരിക്കുന്നത് അതിനെ പ്രേമിക്കുക, അല്ലെങ്കിൽ വെറുക്കുക, എന്നാലും ഓർമ്മ ഉണ്ടാവും. കാരണം ഏറ്റവും വലിയ ശത്രുവിനെയാണ് അധികം നമ്മൾ ഓർമ്മിക്കുക, അല്ലേ? ശരിയല്ലേ? അല്ലേ? അപ്പൊ നല്ലത് പ്രേമിക്കുക. നിങ്ങൾ എന്ത് ഓർമ്മിക്കണം എന്ന് വിചാരിക്കണോ അതിനെ പ്രേമിക്കുക, അപ്പൊ മറക്കില്ല. വേറൊരു വഴിയില്ല. ഭാരതീയർ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന 5 പ്രധാന വ്യക്തികൾ. അയ്യോ ഭഗവാനെ, 5 ഒതുക്കിയ ഭാഗ്യം. ഭാരതത്തെ സംഗ്രഥനം ചെയ്യുന്നതിൽ ഏറ്റവും പരിശ്രമിച്ചതാണ്. സംഗ്രഥനം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ. ആരാണ്? ശങ്കരാചാര്യസ്വാമികൾ. ശങ്കരാചാര്യസ്വാമികൾ ഇല്ലായിരുന്നെങ്കിൽ നാഷണൽ ഇന്റഗ്രേഷൻ എന്നുള്ളത് ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ സകല ശാസ്ത്രങ്ങളെയും നമുക്ക് ലൗകികർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നതാര്? വ്യാസഭഗവാൻ. നമ്മുടെ ധർമ്മസങ്കല്പത്തിന്റെ അടിത്തറ സാഹിത്യത്തിലൂടെ, കലയിലൂടെ, ശാസ്ത്രങ്ങളിലൂടെ എല്ലാം ആവിഷ്കൃതമാകുന്നതിന് മൂലമായ കൃതി തന്നതാര്? വാൽമീകി. ഇല്ലേ? ശരിയല്ലേ? ആർക്കെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഞാൻ ആദ്യം 3 പറഞ്ഞാൽ വാൽമീകി, വ്യാസൻ, ശങ്കരാചാര്യ. ഇനിയിപ്പോ അവിടുന്ന് ഇങ്ങോട്ട് ഇഷ്ടമുള്ളവരെ കൊടുത്തു. ബാക്കി 10 വേണമെന്നൊന്നും പെട്ടെന്ന് അങ്ങോട്ട് തോന്നുന്നില്ല. ഇവരെ 3 എന്തായാലും വേണം. വേണ്ടേ? വേണ്ടതാണ്. ശരി. കുറച്ച് ആരാണ് വിശ്വകർമാവ്? വിശ്വത്തെ മുഴുവൻ സൃഷ്ടിച്ച ഭഗവാൻ തന്നെയാണ് വിശ്വകർമാവ്. ശൈവമതക്കാർ പറയുന്നു മഹേശ്വരനാണ് എല്ലാറ്റിൻ്റെയും നാഥനെന്ന്. വൈഷ്ണവർ പറയുന്നു മഹാവിഷ്ണുവിൽ നിന്നുമാണ് സർവ്വം ഉണ്ടായതെന്ന്. ബ്രഹ്മാവിനെ ആരാധിക്കുന്നവർ എല്ലാം ബ്രഹ്മമയമാണെന്ന്. സർവ്വസൃഷ്ടികളും ബ്രഹ്മാവിൻ്റെ നിന്ന്. അതുപോലെ തന്നെ ശാക്തേയ ഉപാസകന്മാർ പറയുന്ന എല്ലാ സർവശക്തിയായ പരാശക്തിയായ അമ്മയിൽ നിന്നാണെന്ന്. എന്നാൽ വിശ്വകർമ്മ ആചാര്യന്മാർ പറയുന്ന എല്ലാറ്റിനെയും പോലും വിരാട് വിശ്വകർമ്മ ദേവനാണെന്ന്.
അവരിൽ കൂടിയാണ് ത്രിമൂർത്തികൾ കൂടുതൽ മുതൽ സർവ്വചരാചരങ്ങളും ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത്. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ശരിയാണ്, ഒന്നും തെറ്റല്ല. 1990 നമ്മൾ കുളത്തൂരെത്തിയത്, 90 ജൂലൈയിൽ. അപ്പോൾ അന്ന് അദ്വൈതാശ്രമം സ്ഥാപിച്ചിട്ടില്ല, അദ്വൈതാശ്രമം 92. അപ്പോൾ അവിടെ കുളത്തൂർ ക്ഷേത്രത്തോടനുബന്ധിച്ച് താമസിക്കുക. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പരിചയമായി വരുന്നേ ഉള്ളൂ, വലിയ പരിചയമായിട്ടില്ല അങ്ങനെ. കാരണം അക്കാലത്തൊരു യുവസന്യാസി വന്നിട്ടുണ്ട്, അന്ന് യുവസന്യാസിയായിരുന്നു. യുവസന്യാസി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാരിങ്ങനെ വർത്താനം പറയും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരാൾ ഒരു കടലാസ് ഇങ്ങനെ ചുരുട്ടി, ഇപ്പോൾ ഓർമ്മയുണ്ട്, ചുരുട്ടി റോളാക്കിയിട്ടൊരു ഒരു പേപ്പർ തന്നു. അത് പറഞ്ഞു, സ്വാമി ഇത് ഉണ്ണികൃഷ്ണൻ വന്നാൽ കൊടുക്കണം. ഏത് ഉണ്ണികൃഷ്ണൻ? അതയാൾ പറയും. ശരി, ഞാൻ ഇവിടെ കൊടുക്കാട്ടോ. കുറച്ചു നേരം കഴിഞ്ഞു, നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാൾ വന്നു. ആരാ വന്ന? ശങ്കരൻ. സ്വാമിജി, എനിക്ക് തരാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു തന്നിട്ടുണ്ടോ? എന്നാലും അയാൾ റോളായിട്ട് പേപ്പർ തന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഓർമ്മിക്കും. അങ്ങനെ ചോദിക്കുക. ആരും തന്നു? ഇല്ലല്ലോ, ഒന്നൊന്നുമില്ല. ഇല്ല, ഞാൻ പോട്ടോ. പോയി. കുറച്ചേരം കഴിഞ്ഞ് ഇയാൾ വീണ്ടും വന്നു. സ്വാമിജി, എനിക്ക് തരാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെയും തന്നിട്ട്. അല്ല, അതിന് ശേഷം തന്നോന്ന് അറിയാനാ? ഇല്ല, തന്നിട്ടില്ല. ശരി, അയാൾ പോയി. മൂന്നാമതും വന്നു. പാവം. തന്നോ സ്വാമി? ഇല്ലെന്നേ. ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ കള്ളം പറയാറില്ല, സത്യം പറയാതിരിക്കാറുണ്ട്. എൻ്റെ പ്രധാന പരിപാടി സത്യം പറയാതിരിക്കല. ഞാനൊക്കെ സത്യം വിളിച്ചു പറയാൻ തുടങ്ങി ആയിരക്കണക്കിന് കുടുംബങ്ങൾ നശിക്കും. നിങ്ങൾ മനസ്സിലായിക്കോളൂ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ നശിക്കും ഞാനൊക്കെ സത്യം പറയാൻ തുടങ്ങിയാലും. അത്രേ പറയുന്നുള്ളൂ. കാരണം പത്നി അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ പതി പറഞ്ഞിട്ടുണ്ടാവും, പതി അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ പത്നി പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യേണ്ടത്, പരിഹരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ പോയി പറയുക, എൻ്റെ പത്നി ഉണ്ടല്ലോ, അവളിങ്ങനെയാട്ടോ, മനസ്സിലായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കുടുംബം നശിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് സത്യം പറയാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ കള്ളം പറയില്ല എന്നുള്ളൊരു വ്രതമുണ്ട്. ഞാൻ കള്ളം പറയാറില്ല. ഉണ്ട് സ്വാമി, തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ സാധനം അത് പറയൂ. അതൊരു പേപ്പർ ഇങ്ങനെ ആണ്. അതുണ്ടല്ലോ, അത് ഉണ്ണീഷൻ കൊടുക്കാൻ. ഞാൻ തന്നെയാണ് ഉണ്ണീഷൻ, നിങ്ങൾ ശങ്കരനല്ലേ? എൻ്റെ സ്വാമി, നാട്ടിലെല്ലാവരും എന്നെ ശങ്കരൻ എന്നാ വിളിക്കണത്, പക്ഷെ എൻ്റെ ഔദ്യോഗിക പേര് ഉണ്ണികൃഷ്ണൻ. അത് എനിക്കറിയണ്ടേ? ഒരു പ്രശ്നമില്ല, പ്രശ്നം തീർന്നു. ഇതേ ഉള്ളൂ പ്രശ്നം, മനസ്സിലായില്ല? ദൈവത്തിന്റെ പേരുകൾ പല പേരും കൊടുക്കും, ഓരോരുത്തർക്കും ഓരോ പേര് കൊടുക്കുന്നു. വിഷ്ണു എന്ന് പറയുന്നു, ശിവന്മാര് ശിവൻ എന്ന് പറയുന്നു, ശാക്തേന്മാർ ശക്തി എന്ന് പറയുന്നു, വിശ്വകർമാവ് എന്ന് പറയുന്നു, ബ്രഹ്മാവ് എന്ന് പറയുന്നു, അള്ളാഹു എന്ന് പറയുന്നു, യഹോവ എന്ന് പറയുന്നു. ഇനി എന്തൊക്കെ ദൈവങ്ങളുണ്ടോ അതൊക്കെ പറയും. ഈശ്വരൻ ഒന്നേ. ആ ഈശ്വരന്റെ അനേക പേരുകളാണ് പലതും. ഇത് മനസ്സിലാക്കിയ തല്ലിന്റെ ആവശ്യം ഇല്ല. പക്ഷെ എല്ലാ ദൈവത്തിനെയും അതേമാതിരി വിളിക്കാൻ പാടില്ല. എല്ലാ ദൈവത്തിനെ പറ്റി അല്ല പറയും, ഈശ്വരനെ. അല്ല, ഈശ്വരൻ. ഓ, അപ്പൊ ആ ദൈവത്തിന്റെ അടുത്ത് പോയാൽ ദൈവത്തിന് ദൈവം തന്നെയാണ്. കൃഷ്ണനെ പോയിട്ട് രാമാന്ന് വിളിച്ചാൽ എന്ത് ശരിയാണ്? അല്ല, കൃഷ്ണന്റെ അടുത്ത് പോയാൽ കൃഷ്ണൻ തന്നെ വിളിക്കണം, രാമാന്ന് വിളിക്കരുത്. അല്ല, കൃഷ്ണ പരമാത്മാവാന്ന് വിചാരിച്ചാൽ അത് മതി അല്ലേ? അങ്ങനെ വിചാരിച്ചപ്പോ അതന്നെയാ ചോദിച്ചത്. പുരാണങ്ങളിൽ നാരദ മഹർഷിയും മറ്റു ദേവഗണങ്ങളും മുനിമാരും പല സന്ദർഭങ്ങളിലായി കൈലാസത്തിലും വൈകുണ്ഠത്തിലും ബ്രഹ്മലോകത്തിലും ചെല്ലുമ്പോൾ അവരൊക്കെ ധ്യാനത്തിലാണെന്ന് കാണുന്നു. അവർ ആരെയാണ് ധ്യാനിക്കുന്നത്? അവർക്ക് മേലെ അവരെ നിയന്ത്രിക്കുന്നത് ആരാണ്? മറുപടി പറഞ്ഞു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഞാനാണ്. ഒരു സംശയമില്ല. അഹം തത്വത്തിന് ആസ്പദമായ പരമാത്മാവാണ്, പരബ്രഹ്മമാണ് എല്ലാവരാലും പല ഭാവങ്ങളിൽ ധ്യാനിക്കപ്പെടുന്നത്. അപ്പൊ വിഷ്ണു ധ്യാനിക്കുന്നത് തന്നെയാണ്, ശിവൻ ധ്യാനിക്കുന്നത് തന്നെയാണ്. ഈ എന്നെ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തെ അല്ലാട്ടോ, ഉള്ളിലുള്ള കത്തിപ്പോണ സാധനം ഇതിനെയല്ല, ഉള്ളിലുള്ള നമ്മുടെ ആത്യന്തികമായ സത്യത്തെയാണ് മനസ്സിലാക്കുക. തൽക്കാലം ഉപസംഹരിക്കുന്നു. സന്തോഷം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.
അദ്വൈതാശ്രമത്തിൽ നിന്ന് അദ്വൈതാശ്രമം സത്സംഗം എന്നുള്ള മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് 120 ഇഷ്യൂ പൂർത്തിയായി. 121ാമത്തതാണ് ഈ ആഴ്ച ഇറങ്ങുക. 9 കൊല്ലമായിട്ട് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ 450 രൂപയാണ്. പക്ഷെ ഇപ്പോൾ നിവൃത്തിയില്ല, 600 രൂപയാക്കി ഉയർത്താൻ നിർബന്ധിതരായിട്ടുണ്ട്. സ്വതവേ തന്നെ പ്രതിവർഷം ഇപ്പോൾ 8 ലക്ഷത്തോളം നഷ്ടം ഉണ്ട് അതിന്. അത് കൂടാതെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനുള്ള തപാൽ ഇളവ് പിൻവലിച്ചത്. 10 രൂപ 80 പൈസ വേണ്ടടുത്ത് 120 രൂപ വേണം. 10 രൂപ 80 പൈസയുടെ സ്ഥാനത്ത് 120 രൂപ. 10 അപ്പോൾ 600 രൂപയാക്കിയിട്ടുണ്ട്. പക്ഷേ ഓരോ ഗൃഹത്തിലും നിശ്ചയമായി ഉണ്ടാവണം എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. അത് അദ്വൈതാശ്രമത്തിൽ ഇറക്കുന്നതുകൊണ്ട് നന്നാക്കി പറയുകയല്ല, അത്തരം പറയുന്ന സ്വഭാവം നമുക്കില്ല. കാരണം വേദാന്തം പഠിക്കാൻ, ധർമ്മശാസ്ത്രം പഠിക്കാൻ, കുട്ടികൾക്ക് ധർമ്മപ്രബോധനം നൽകാൻ, സംസ്കൃത ഭാഷ പഠിക്കാൻ, സമകാലീന ഹിന്ദു സാഹചര്യങ്ങളെയും ഭാരതത്തിൻ്റെ സാഹചര്യത്തെയും ധീരതയോടുകൂടി ചർച്ച ചെയ്യാൻ എല്ലാം ഉതകുന്ന വിഭവങ്ങൾ അതിലുണ്ട്. നല്ല പേപ്പറിലാണ് അടിക്കുന്നത്. എന്തിനൊക്കെ നമ്മൾ പൈസ ചിലവാക്കും. ഒരു 600 രൂപ മാറ്റി വെച്ചാൽ വീട്ടിൽ 12 ഇഷ്യൂ എത്തും. ഞാൻ വായിക്കില്ല സ്വാമി, നീ ഒന്നും വായിക്കണ്ട. പിന്നെ എന്തിനാ വാങ്ങണത്? സന്ദർശകരൊക്കെ വരുന്ന മുറിയിൽ കാണുന്ന മാതിരി ടേബിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ടീപ്പോയിൻ്റെ മുകളിൽ വെക്കുക. അത് വലിയൊരു മെസ്സേജാണ്. ശരി, സന്തോഷം. ചേരാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്, വേണ്ടവർക്ക് ചേരാം. ഇന്ന് തന്നെ ചേർന്നോളണമെന്നില്ല, ഇല്ലെങ്കിൽ ലിസ്റ്റൊക്കെ ഇവിടെ കൊടുത്താലും മതി, സുരേഷ് വർമ്മജീൻ്റെ അടുത്ത് കൊടുത്താലും മതി, ഇല്ലേ? ശരി. ഭക്തജനങ്ങളെ, ശ്രീ ചാമണ്ടിക്കോട്ട്